അത് ശരി, ഹോസ്പിറ്റലിൽ പോയില്ലേ? ഓക്കെ. ഹസ്നയും കൂടെ വൈവയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 3:30 ക്ലാസ് എടുക്കുള്ളായിരുന്നു. ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് 3:15 മ്യൂട്ടാണ്. ഉമ്മാനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനായിരുന്നു. കുഴപ്പമില്ല ഹസ്ന, ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്ലോട്ട് എന്നാന്നുള്ളതൊന്ന് ഇൻഫോം ചെയ്യണേന്ന് പറഞ്ഞിട്ട്. പറഞ്ഞു വെനസ്ഡേ ആവും. മാമാവോ എടുക്കുന്നത്? മ്യൂട്ട് ചെയ്യാമോ? ഈ വെനസ്ഡേ ആണെങ്കിൽ ഞാനായിരിക്കില്ല, കാരണം ഞാൻ നാളെ ഈവനിങ് ഞാൻ ബാംഗ്ലൂർക്ക് ട്രാവൽ ചെയ്യാൻ. ഞാൻ തിരിച്ചു വരുന്നത് ചിലപ്പോ തേഴ്സ്ഡേ മോർണിംഗ് അല്ലെങ്കിൽ ഫ്രൈഡേ മോർണിംഗ് ആയിരിക്കും. അപ്പൊ ഈ കമ്മിങ് ഡേയ്സിൽ ഞാൻ എന്തായാലും വൈവ ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? ഫ്രീഡം അല്ല പറഞ്ഞത്? യെസ്, ആ ഒരു യൂണിറ്റിന്റെ പേരായിട്ട് ഞാൻ പറഞ്ഞതാ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നായിരുന്നില്ലേ യൂണിറ്റിന്റെ പേര് അല്ലേ? ഓക്കെ, നമ്മള് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെൽഫ്, നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഒരു ബുക്കിനെയോ ഒന്നിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ എഡ്യൂക്കേഷൻ എപ്പോഴും കംപ്ലീറ്റ് ആവണമെങ്കിൽ അത് വൈഡ് ആയിരിക്കണം. നിങ്ങളിപ്പോ പഠിച്ചു, കുറെ ഇൻഫർമേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി, അത് നോളജ് ആക്കി വെച്ചു, നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചാൽ അതൊരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. അത് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് അത് അപ്ലൈ ചെയ്യാൻ വേണം അല്ലെ? അപ്പോ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ഒരു നല്ലൊരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, ടീച്ചർ എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഫെസിലിറ്റേറ്റർ ആണ്. കുട്ടികളുമായിട്ട് നല്ല പോലെ മേർജ് ചെയ്ത് പോകുന്ന ഒരാളായിരിക്കണം. കുട്ടികളെ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനുമുള്ള കഴിവുണ്ടായിരിക്കണം. കുട്ടികളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് അവരെ മനസ്സിലാക്കാനായിട്ട് ആ ഒരു ഫെസിലിറ്റേറ്റർക്ക് പറ്റണം. കാരണം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൾട്ടാണ്, മറ്റേതൊരു കുട്ടിയാണ്. നമ്മൾ സാധാരണ ഒരു അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കുട്ടിയെ കാണാനായിട്ട് നോക്കരുത്. ഒരു കുട്ടി ഇരുന്ന് ഷൂവിന്റെ ലേസ് കെട്ടുന്നു, കുറേ സമയം എടുക്കുവാണ്, കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ട് വരുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോ ഒരു ആസാൻ അഡൾട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓ ഇതിനൊക്കെ എന്തിനാ ഇത്ര സമയം, ഞാനിപ്പൊ തീർക്കുമായിരുന്നു, അല്ലെങ്കിൽ നീ മറ്റവൻ ചെയ്തത് കണ്ടു, ആ ഒരു രീതിയിൽ ഒരിക്കലും നമ്മളതിനെ കാണുകയോ കുട്ടിയോട് സംസാരിക്കുകയോ ചെയ്യരുത്. ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായിട്ടുള്ള സമയം കൊടുക്കണം, കാരണം അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഡൾട്ട് എപ്പോഴും ആ ഒരു രീതിയിലായിരിക്കും കുട്ടിയെ കാണുന്നത്. അഡൾട്ട് എപ്പോഴും എനിക്കിത് പറ്റുന്നുണ്ടല്ലോ, നിനക്കെന്താ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നേ, നിനക്കൊന്നും പറ്റുന്നില്ല, ആ ഒരു രീതിയിലുള്ള. ഇപ്പോഴുള്ള പാരന്റ്സ് ഒക്കെ വളരെ എന്താ പറയാ, വളരെ ഫോർവേഡ് ആയിട്ടുണ്ട്. അവർക്കറിയാം കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്. അവർ വളരെ സയന്റിഫിക് ആയിട്ട് തന്നെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത്. സർവേ ചെയ്തപ്പോ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചില പാരന്റ്സ് ചിലത് വളരെ സയന്റിഫിക് ആയിട്ട് കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കി എല്ലാ കാര്യവും, ഇവനൊരു ഡ്രസ്സ് വാങ്ങുമ്പോഴും ഒരു ടോയ് വാങ്ങുമ്പോഴും അവരുടെ താല്പര്യത്തിനല്ല അവർ പോയി വാങ്ങുന്നത്, കുട്ടിക്ക് അത് എത്രത്തോളം നീഡിയാണെന്ന് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. എപ്പോഴും അഡൽട്സ് സാധാരണ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. അങ്ങനെ കുട്ടിയെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത്, ഷൂ ലേസ് കെട്ടുന്ന കുട്ടി, അവൻ സമയമെടുക്കുന്നു, കാരണം അവന്റെ കുഞ്ഞ് വിരൽ വെച്ചിട്ട് വേണം അവനത് കെട്ടി വരാനായിട്ട്. അല്ലെങ്കിൽ കുട്ടി ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, ടൈം എടുക്കും അല്ലെ? അത് കുഞ്ഞാണ്, അവന്റെ കയ്യിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന അത്രയല്ലേ അവന് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അഡൽട്സ് പൊതുവെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കും, ഒന്ന് വേഗം ആവട്ടെ, ആ ഒരു രീതിയിൽ. ചില അമ്മമാര് കുട്ടികളെ വലിച്ചോണ്ട് പോണ കാണാം അല്ലെ? ആ കുട്ടിക്ക് നടക്കുന്ന ഒരു സ്പീഡുണ്ട്, അപ്പൊ അതിനെ വലിച്ചോണ്ട് പോയിട്ട് കാര്യമുണ്ടോ?
എപ്പോഴും അവരുടെ ഒരു സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കും. പിന്നെ അവരുടെ പേഴ്സണാലിറ്റി കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് പാരന്റ് പുള്ളിങ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. പേജ് നമ്പർ 122. ഞാനത് ബ്രീഫ് ചെയ്ത് പോവാണേ. അപ്പോ ആ ഒരു രീതിയിൽ അങ്ങനെ ആകുമ്പോൾ ആസ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ നമ്മളും ആ അഡൾട്ട് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ കുട്ടിയുമായിട്ട് ചേർന്ന് പോകാനായിട്ട് നമുക്ക് പറ്റണം. അതായത് എംപത്തറ്റിക്, കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് ആ രീതിയിൽ വേണം നമ്മൾ കുട്ടിയെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അതാണ് ആ പറയുന്നത്. അഡൽട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഒരിക്കലും കുട്ടിയെ ജഡ്ജ് ചെയ്യുകയോ ആ രീതിയിൽ കുട്ടിയെ കാണുകയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളായിട്ട് കുട്ടി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളായിട്ട് അത് ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടെ രീതികൾ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അവിടെ മുരടിച്ചു പോകും, അവിടെ നിന്ന് പോകും. മോണ്ടിസോറി പറയുന്നത് അഡൽട്സ് എപ്പോഴും ഒരു ഡോമിനന്റ് ആയിട്ട് പെരുമാറും. അവര് എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ കുട്ടിയാകണം. നമ്മൾ സർവേ ചെയ്തപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ചിലരെയൊക്കെ അപ്രോച്ച് ചെയ്തപ്പോ ചിലർ പറഞ്ഞത് എനിക്ക് പറ്റിയില്ല, അപ്പൊ അവനെ കൊണ്ട് ഞാനത് അങ്ങനെ ആക്കും. എനിക്ക് ഒരു ഡോക്ടർ ആവാൻ പറ്റിയില്ല, സോ അവനെ ഞാൻ ഡോക്ടർ ആക്കും എന്ന് പറഞ്ഞ് ഈ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴേ തുടങ്ങി ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. ശരിക്കും ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ഒരു അഡൽട്ട് ചെയ്യേണ്ടത്, അഡൽട്ട് എപ്പോഴും പാസീവായിട്ടിരിക്കണം. അതായത് സൈഡിൽ ഇങ്ങനെ കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ട്. കുട്ടികളാണ് അവിടെ ആക്റ്റീവ് ആകേണ്ടത്. അവരാണ് ആക്റ്റീവ് മെമ്പർ. അതായത് കസ്റ്റമർ ഈസ് എ കിങ് എന്ന് പറയുന്നത് പോലെ ആ കിങ് എന്ന് പറയുന്നത് കുട്ടികളാണ്. പ്രിൻസ് ആൻഡ് പ്രിൻസസ് കുട്ടികളാണ്. നമ്മൾ അവിടെ ആ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ നമ്മൾ പാസീവ് ആയിരിക്കണം, കുട്ടികളാണ് ആക്റ്റീവ് ആകേണ്ടത്. പിന്നെ കുട്ടികളോട് വളരെ ഹംബിൾ ആയിട്ട്, വളരെ സ്നേഹത്തോടു കൂടി, അഫക്ഷനോട് കൂടി, കെയറിങ്ങോട് കൂടി വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. നമ്മളുടെ റോൾ അവിടെ സെക്കൻഡറി ആണ്. കുട്ടികളാണ് അവിടെ പ്രൈം ഫാക്ടേഴ്സ്. കുട്ടികൾക്ക് പ്രൈമറി ആയിട്ടുള്ള ഒരു റോളും നമ്മൾ സെക്കൻഡറി ആണെന്നുള്ള ആ ഒരു രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ. ഓക്കെ, അഡൽട്ട് എപ്പോഴും ഒരു സെക്കൻഡ് പ്ലേസ് എടുക്കണം. കാരണം നമ്മൾക്കല്ല അവിടെ പ്രയോറിറ്റി, അവിടെ കുട്ടിക്കാണ് പ്രയോറിറ്റി. കുട്ടിയെ മനസ്സിലാക്കണം, സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല. കുട്ടിക്ക് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവിടെ നമ്മുടെ സപ്പോർട്ടും ഹെൽപ്പും വേണം. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുട്ടിയെ നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കൂടുതലായിട്ടും വീടുകളിൽ ഈ ഒരു റോളിൽ വരുന്നത് അമ്മമാരാണ്, സ്കൂളിൽ അത് ടീച്ചർമാരും. അങ്ങനെ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ആ നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മൾ മാറ്റിവെക്കണം. നമ്മളെ പോലെ ആകണം കുട്ടി എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോന്നും അടിച്ചേൽപ്പിക്കരുത്. ആ നാച്ചുറൽ ആയിട്ട് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യട്ടെ. കുട്ടി ലീഡ് ചെയ്യട്ടെ കാര്യങ്ങള്, കുട്ടി തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. നമ്മൾ നമ്മളുടേതായ രീതിയിലുള്ള സപ്പോർട്ടും ഹെൽപ്പും ചെയ്യണം. അങ്ങനെ അവരെ അപ്പൊ നമ്മൾ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അവർക്ക് അതൊരു ഫ്രീഡം കൊടുത്തു, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാനും അതുപയോഗിച്ച് ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ സെൽഫ് ഡിസിപ്ലിൻ ജനറേറ്റ് ചെയ്യുന്നു. അവര് നമ്മളെ ഒബേ ചെയ്യാനായിട്ട് തുടങ്ങുന്നു, നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ പറയുന്നത് അവർക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കുട്ടിയെയും നമ്മൾ ഫോളോ ചെയ്യണം. അതായത് കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് അടുത്തത് അവന്റെ മൂവ്മെന്റ്, ആ രീതിയിൽ തന്നെ നമ്മൾ അവരെ മനസ്സിലാക്കി അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന് ഏറ്റവും പറ്റുന്ന മാർഗം നല്ല ഒബ്സർവേഷൻ ആണ്. നല്ല ഒബ്സർവേഷൻ കിട്ടണമെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവണം. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് ശരിയായ രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം മോണ്ടിസോറി മെത്തേഡില് നമ്മൾ ക്ലാസ് ടെസ്റ്റുകളോ ഡിക്റ്റേഷനോ പരീക്ഷകളോ മറ്റ് അസസ്മെന്റുകളോ ഒന്നും നടത്തുന്നില്ല. നമ്മൾ ഒബ്സർവ് ചെയ്താണ് ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നതും കുട്ടിയുടെ പ്രോഗ്രസ് നമ്മൾ റിപ്പോർട്ട് ആയിട്ട് എഴുതിയുണ്ടാക്കുന്നത്.
നമുക്കൊരു കുട്ടിയുടെ പ്രോഗ്രസ് മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മളത് നോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ടീച്ചിങ് മാനുവലിന്റെ കാര്യം പറഞ്ഞത്. പലപ്പോഴും നമ്മൾ സാധാരണ സ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നത്, അവിടെ ചെല്ലുമ്പോൾ അവര് നിങ്ങൾ ലെസൺ പ്ലാൻ തയ്യാറാക്കും. അതാണ് ഒരു ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നത്. അവര് പറയുന്ന പോലെ കേട്ട് നമ്മൾ ലെസൺ പ്ലാൻ ഉണ്ടാക്കി. അപ്പൊ ചിലര് ചോദിച്ചു എന്നോട്, ലെസൺ പ്ലാൻ ചെയ്തല്ലോ മാം, ഇനി എന്തിനാ ടീച്ചിങ് മാനുവൽ എന്ന് ചോദിച്ചു. കാരണം അവര് ചോദിച്ചിട്ടില്ല, അവര് പറഞ്ഞിട്ടില്ല ടീച്ചിങ് മാനുവൽ എഴുതാനെന്ന്. ടീച്ചിങ് മാനുവൽ എഴുതുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ടീച്ചിങ് മാനുവൽ എഴുതുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു ആക്ടിവിറ്റി കുട്ടി എത്രത്തോളം എൻജോയ് ചെയ്തു, അതിൽ നിന്നും കുട്ടി എന്ത് പഠിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് എത്ര തവണ ചെയ്തു എന്നുള്ളത് അവൻ ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ മാത്സിൽ അവൻ കൗണ്ട് ചെയ്തു, പലതവണ ചെയ്തു, സോ അവൻ അതിനോടുള്ള താല്പര്യമായിരിക്കും. ചില കുട്ടികൾക്ക് റൈറ്റിംഗ് ബോർഡ് ആയിരിക്കും അവർ കൂടുതൽ യൂസ് ചെയ്തത്. അവരുടെ റൈറ്റിംഗ് സ്കിൽ അല്ലെങ്കിൽ ഡ്രോയിങ് സ്കില്ലിനെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. കുട്ടികളുടെ ഇന്റലിജൻസും സ്കില്ലും മനസ്സിലാക്കാൻ നമ്മളെ ഈ ടീച്ചിങ് മാനുവല് ഹെൽപ്പ് ചെയ്യും. അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ക്ലാസ് എടുത്തു, നാളെ ചിലപ്പോ എന്താ ക്ലാസ് എടുത്തതെന്ന് ഓർമ്മയുണ്ടാവുമായിരിക്കും, കുട്ടികൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നും ഓർമ്മയുണ്ടായിരിക്കും. പക്ഷെ ഒരു 2 ദിവസം കഴിയുമ്പോൾ അന്ന് എന്താണ് എടുത്തത്, കുട്ടികൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് ഓർമ്മ വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടീച്ചിങ് മാനുവൽ എഴുതാൻ പറഞ്ഞത്. അതൊരു ജേർണലാണ് ശരിക്കും, നമ്മുടെ ഒരു ഗ്രോയിങ്. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ എഴുതാം, അതിന് ആരുടെയും പെർമിഷൻ ഒന്നും വേണ്ട. നമ്മൾ കാണുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ ആ ഒരു അസസ്മെന്റ് ടൂള് പോലെ എഴുതാനായിട്ട് പറഞ്ഞു. ഒരു ബുക്കിനെ 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞു. അതിൽ നമുക്ക് പ്രീ സ്കൂൾ ഇയേഴ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്നത് ആ ഒരു ഏജിലുള്ള കുട്ടികളോടായിരിക്കും. നമുക്കറിയാം ഓരോ ഏജിലും കുട്ടികൾ ഏതെല്ലാം ഡെവലപ്മെന്റ് കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഒരു കുട്ടിക്ക് ആ ഒരു ഡെവലപ്മെന്റ് തീരെയില്ല അത് തോന്നുവാണെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലൂടെ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അഥവാ നമ്മളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാരന്റ്സിനെ ഗൈഡ് ചെയ്യാം. കുട്ടിയെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണാനും തെറാപ്പി സെഷൻ സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് ഗൈഡ് ചെയ്യാം. അപ്പൊ ചെറുപ്പത്തിലേ അത് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലുതാവുമ്പോഴേക്കും അത് ശരിയാകും. ചെറിയ ചെറിയ രീതിയിലുള്ള മിസ് ഒരു സംശയം ചോദിക്കട്ടെ? ഉണ്ണിക്ക് ഇപ്പൊ 4.5 വയസ്സ് കഴിഞ്ഞ് അവനിപ്പോഴും കാന്ന് പറയാൻ കിട്ടില്ല. ആ കാന്ന് പറയണത് അവൻ താന്ന് പറയാ, അതായത് തണ്ണ്, തയ്യ്, താല്, പിന്നെ തമ്പി, അങ്ങനെയാണ് പറയാ. അപ്പൊ കാന്ന് പറയാൻ കിട്ടുന്നില്ല അവന്. എന്താ എന്നോട് പറഞ്ഞിങ്ങനെ കൗൺസിലിംഗ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. താത്തയല്ല, കാ മാത്രല്ലേ ഉള്ളൂ, വേറെ ലെറ്റർ ഒന്നും പ്രശ്നമില്ലല്ലോ. ഇല്ല, കാന്നുള്ള ഒരു വാക്ക് മാത്രം കിട്ടില്ല, ബാക്കി എല്ലാം അത് അവൻ വാതോരാതെ പറയും. പക്ഷെ കാന്ന് കിട്ടില്ല. ഒന്ന് കാക്കാന്ന് പറഞ്ഞ അല്ല താത്താന്ന് പറയണവൻ. എന്റെ 3 പേർക്കും അങ്ങനെയായിരുന്നു. ഇത് എന്താ സംഭവം എന്ന് വെച്ചാലേ 4.5 വയസ്സായില്ലേ, ഇനിയിപ്പൊ LKG പോവാറായി. അതാണ് ഒരു ടെൻഷൻ. എന്റെ 3 പേർക്കും കായില്ല, തായായിരുന്നു. മൂത്താക്ക് 6 വയസ്സൊക്കെ ആയപ്പോഴത്തേനാണ് കാ കിട്ടിയത്. ചേച്ചി എത്ര വയസ്സായിപ്പോന്ന്? അവനൊരു 6 വയസ്സൊക്കെ ആവാറായപ്പോ LKG UKG ഒക്കെ തായായിരുന്നു. രണ്ടാമത്തെ ആൾ ഇച്ചിരി അല്ലാണ്ട് ഇച്ചിരി ഇതുണ്ട്, വർത്താനത്തിന് മൊത്തത്തിൽ പുറകോട്ട, മിക്ക അക്ഷരങ്ങളും ഇച്ചിരി ഇത് കുറവാ. അത് കാരണം കൊണ്ട് അവനിപ്പോഴും ചെറുതായിട്ട് താ തന്നെയാണ്. അവനിപ്പോ 6 വയസ്സ് ആവാറാവണം. ഇളയതും കാക്കയ്ക്ക് താത്താന്നായിരുന്നു പറയണ, ഇപ്പൊ ആയിട്ടുണ്ട്. ഇപ്പൊ അവൾക്ക് പക്ഷെ 4 വയസ്സ് ആവാറായിട്ടുള്ളൂ. മേഘ LKG ഒക്കെ പോയി തുടങ്ങിട്ടേ കുറെ കുട്ടികളൊക്കെ ആയിട്ട് ഇതായാലും ശരിയായിക്കോളും. അത് ടീച്ചേഴ്സിന് കുറെ കാര്യങ്ങൾ അവര് കറക്റ്റ് ചെയ്യും. കാരണം ഈ എന്താ പറയാ 3യും 3 ഒക്കെ ഇങ്ങനെ തിരിച്ചെഴുതില്ലേ, B3 ഒക്കെ ഇങ്ങനെ മിറർ ഇമേജ് പോലെ കുട്ടികൾ എഴുതും. കുറെ കഴിയുമ്പോൾ അവർക്ക് കറക്റ്റ് ആവും. കറക്റ്റ് ആയില്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യും, ഇത് നിങ്ങൾ കാണിക്കണം എന്ന് ഗൈഡ് ചെയ്യും. അല്ലെങ്കിൽ അതൊരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുവാണെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പൊ മെബിയുടെ മോൻ കറക്റ്റ് ആയി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾക്ക് എത്ര വയസ്സിന് മെബിയ? അവനിപ്പോ 6 വയസ്സ് ആവാറാവണം. പക്ഷെ അവന് വർത്താനത്തിന് മൊത്തത്തിൽ പുറകോട്ടായിരുന്നു. അവന് വർത്താനം പറയുമ്പം ഒരു പ്രത്യേകത ഉണ്ടല്ലേലും. കാണിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ല.
ഇല്ല, അവന് വർത്താനം പറയിച്ച് താമസമായിരുന്നു. അപ്പൊ കൊണ്ടു ചെന്നപ്പോ അവര് ചോദിച്ചതിനൊക്കെ പുള്ളി ഇത് പറഞ്ഞു, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒന്നും ചെയ്യൊന്നും വേണ്ട, തന്നെ ആവൂന്ന് പറഞ്ഞു. ഉം. ഇപ്പോഴും വർത്താനം നന്നായിട്ട് പറയും, പക്ഷെ ചിലപ്പോ എന്തോ ഒരു ചെറിയൊരു നാക്ക് പിടിക്കണേന്റെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്. ഉം. അതുകൊണ്ടാന്ന് തോന്നുന്നു പുള്ളി വർത്താനം പറയണതിന് ഒരു മാറ്റം. പക്ഷെ അവക്ക് ഇപ്പൊ ചെറുതായിട്ട് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എത്ര വയസ്സുണ്ട് മൂന്നാമത്തെ ആൾക്ക്? അവക്കിപ്പോ 4 വയസ്സ് ആവാറാവണു. വീട്ടിൽ എത്ര ആളുകളുണ്ട്? കുട്ടികളോട് സംസാരിക്കുന്ന ഇന്ററാക്ട് ചെയ്യുന്നത് ആരൊക്കെ? അത് ഞാന്, ചേട്ടനും. മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല? അടുത്ത കുട്ടികളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ട്. കളിക്കാറുണ്ടോ അവരുമായിട്ട്? ഇപ്പൊ ഇല്ല, ഞാൻ ഇപ്പൊ ക്ലാസ് തുടങ്ങിയ പിന്നെ പുറത്തേക്ക് കൊണ്ടൊക്കെ കുറവാ. അല്ലെങ്കിൽ വൈകുന്നേരം ഞങ്ങള് പോകും. കുട്ടികളൊന്നുമില്ല അവിടെ കളിക്കാൻ, വേറെ വലിയ ചേച്ചിമാരോട്ട് വർത്താനം പറയാൻ ഒത്തിരി ഉണ്ട്. പുള്ളിക്ക് നാക്കിന് കെട്ടൊന്നുമില്ല, പക്ഷെ എന്താന്നറിയാൻ പാടില്ല, കുഴപ്പമില്ല, വർത്താനം പറഞ്ഞോളും. ചില വാക്കുകളൊക്കെ ചിലപ്പോ തിരിയില്ലായിരുന്നു, ഇപ്പൊ പക്ഷെ ബെറ്റർ ആയിട്ടുണ്ട്. നമ്മൾ പറയുന്നത് കേട്ട് അതുപോലെ തന്നെ പറയാൻ ശ്രമിക്കാറുണ്ടോ? മേഘയുടെ കാര്യം കൂടിയാണ് ചോദിക്കുന്നത്, മെബിയോടും മേഘോടും കൂടി ചോദിക്കുന്നത്. ഉണ്ട്, അവനെല്ലാം പറയും. അത് മിസ് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയും, എല്ലാ കാര്യം പറയും. പക്ഷെ കാന്ന് വെച്ചിട്ടുള്ള വാക്കുകളില്ലേ, അതൊക്കെ തായാണ്. പറയാറ്. നമ്മള് എന്തെങ്കിലും പറയുമ്പോ അത് തന്നെ അവര് പ്രോംപ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ ചില കുട്ടികൾ ചെയ്യുമല്ലോ, അത് തന്നെ പറയാനായിട്ട് നോക്കൂ. ഞാൻ എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്തെന്നറിയോ, കാന്ന് കിട്ടണില്ലല്ലോ, അപ്പൊ ഞാൻ അങ്ങനെ ആക്കി. അപ്പൊ അവ അങ്ങനെ കാണിച്ചിട്ട് എനിക്ക് തുപ്പണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് തുപ്പി. കുഴപ്പമുണ്ടാവില്ലായിരിക്കും. സ്കൂളിൽ ആദ്യം ചേർക്കാൻ പോവില്ല, അംഗൻവാടികളിൽ വിടുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അംഗൻവാടിക്ക് പോണുണ്ട്. അംഗൻവാടിക്ക് സംസാരം അപ്പൊ അവിടെയും ഇതന്നെയാ, കാ വെച്ചിട്ടുള്ള വാക്കുകളൊക്കെ താ വെച്ചിട്ട് പറയണത്. അനങ്ങാണ്ടിക്ക് അംഗൻവാടി ടീച്ചർ ഇല്ല, ടീച്ചറൊന്നും പറഞ്ഞില്ല. ടീച്ചർ പറഞ്ഞ അത് ശരിയാവും. ഞാൻ ഇങ്ങനെ പറഞ്ഞേ, ഇങ്ങനെ കാ കിട്ടുന്നില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞു അത് ശരിയാവും, 4.5 വയസ്സിലായിട്ടുള്ളോ. എന്റെ മോനും ഇങ്ങനെ ഉണ്ടായിരുന്നു, അവന് ഒരു 5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ശരിയായത് എന്ന് പറഞ്ഞു. അതാ പിന്നെ ഒരു ആശ്വാസം. സാധാരണ കുട്ടികൾ കാക്ക ആദ്യം പറഞ്ഞു തുടങ്ങുന്ന വാക്കുകളിലുള്ളതാണ് ടാറ്റയും കാക്കയൊക്കെ. ഹായ്. അവൻ ചെറുപ്പത്തില് എന്താ പറയാ 6 മാസത്തിലുള്ള സമയത്ത് ഞാൻ കാക്കയുടെ പാട്ട് പാടി കൊടുക്കാറുണ്ട്. അപ്പൊ അവൻ ഒരു വയസ്സാവണേറ്റ് മുന്നേ പാട്ടുകളൊക്കെ പാടി തുടങ്ങി. അപ്പോഴും പക്ഷെ അവൻ താത്തേ താത്തേ കൂടെ ഇവിടെ അതാണ് പറഞ്ഞിരുന്നേ. അവിടെ നിന്ന് പാടുന്നു. ശരിയായിരിക്കും, വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. ബാക്കി ഇപ്പൊ താ തന്നെ നല്ല ക്ലിയർ ആയിട്ടാണ് പറയണേ, അപ്പൊ പിന്നെ കാ പറഞ്ഞോളൂ. സാധാരണ കുട്ടികൾക്ക് ന്യായൊക്കെ കിട്ടാനായിരുന്നു പാഠം തോന്നുന്നു. ന്യായൊക്കെ കിട്ടാനായിരുന്നു പാട്. പക്ഷെ നമ്മുടെ ലാംഗ്വേജിൽ അക്ഷരങ്ങൾ കൂടുതലാണ്, അത് കട്ടിയാണ്. ഈവൻ പുറത്തുള്ളവർക്കൊന്നും നമ്മുടെ ചില അക്ഷരങ്ങൾ പറയാനും പറ്റാറില്ലല്ലോ. അപ്പൊ എന്തായാലും കറക്റ്റ് ആയി വരുമായിരിക്കും. അല്ലെങ്കിൽ മാത്രം എന്തെങ്കിലും ഇന്റർവെൻഷൻ ചെയ്താൽ. പക്ഷെ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കായ്ക്ക് പിള്ളേർക്ക് കായ്ക്ക് പകരം തായും ചായ പറയണേന്ന്. പക്ഷെ അവരുടെയൊക്കെ ഒരു പ്രായം കഴിയുമ്പോ ശരിയായിട്ടുണ്ട് കേട്ടോ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ പറയുമ്പോ ചോദിക്കായിരുന്നു. മിസ്സേ, എന്റെ കുട്ടിയാണെങ്കിൽ വായ തോന്നിയതാ വിളിച്ചു പറയണത്. എന്താ പറയാന്ന് ഒരു മനസ്സിലാവണില്ല. ഇവിടെയാണെങ്കിൽ ട്രൈബൽ ഭാഷ എന്നറിയാം അവരുള്ളതുകൊണ്ട് ട്രൈബൽ ഭാഷയുണ്ട്, തമിഴ്, ഇവിടെ കോയമ്പത്തൂർ അടുത്തായിട്ട് തമിഴും ഉണ്ട്, മലയാളം ഉണ്ട്. കുട്ടി ഇപ്പൊ ട്രൈബൽ ഭാഷയാണോ പറയണത്, തമിഴാണോ പറയണത്, മലയാളം പറഞ്ഞോ, യാതൊരു ഇത് പിടുത്തം കിട്ടിട്ടില്ല. എനിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്കൂളിൽ ചെല്ലുമ്പോ ചിലപ്പോ ശരിയാവും. പക്ഷെ മിസ്സേ, സ്കൂളിലും 3/4 കുട്ടികളും ട്രൈബൽസ് ആയതുകൊണ്ട് അവരാ ട്രൈബൽ ഭാഷയാണ് പറയണത്. അതാണ് ഏറ്റവും പ്രശ്നം. എവിടെ സ്ഥലം എവിടെയാ? അട്ടപ്പാടി. നമ്മള് മഴ വരുന്നുള്ളൂ പറയുന്ന അവര് നമ്മുടെ ട്രൈബൽസ് പറയുന്ന മേ വെറുതെ എന്നാ പറയാ. നമ്മളെ അമ്മായിമ്മ പറയണതിന് അവര് നിമാമികാരി എന്നാ പറയാ. നമ്മൾ ഇവിടെ അവിടെ നമ്മുടെ അക്കടെ ഇക്കടെ എന്നൊക്കെ അവര് പറയും. ഇതിപ്പോ എന്തോ പറയണെന്ന് എനിക്ക് യാതൊരു പിടുത്തം കിട്ടുന്നില്ല. അക്കടെ ഇക്കടെ പറഞ്ഞത് കന്നഡമാണ് കേട്ടോ, കന്നഡം.
അതെ, അതൊരു ഭാഷ, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതൊരു രസല്ലേ. അവര് നമുക്ക് വീട്ടിൽ അതിനനുസരിച്ച് ഒരു ആക്ടിവിറ്റി ഒന്ന് കൊടുത്താൽ മതി. നമ്മൾ കുറെ കഥകൾ വായിച്ചു കൊടുക്കുകയോ അവരെ കൊണ്ട് വായിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. കാരണം അവർ ആ പീർ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ആകുമ്പോൾ എന്തായാലും അവരുടെ ലാംഗ്വേജ് ഫോളോ ചെയ്യും. ഇവിടെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം പണ്ടത്തെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം അല്ല ഇപ്പോഴുള്ള രീതി. പണ്ടൊക്കെ ഞാനൊക്കെ മലയാളം മീഡിയത്തിലാട്ടോ പഠിച്ചേ, പക്ഷെ മലയാളം വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യായിരുന്നു. ഇപ്പോ കുട്ടികൾ മര്യാദയ്ക്ക് മലയാളം പറയുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. നല്ലപോലെ ശരിയാണ് മിസ്സേ. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ മലയാളം നന്നായിട്ട് എഴുതി വായിക്കുന്ന അക്ഷര മിസ്റ്റേക്ക് ഒന്നും വരില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വള്ളി പുള്ളി ഒന്നും ഇടണ്ട എവിടെയൊന്നും പോലും അറിയാൻ പാടില്ല. എന്റെ മൂത്ത മോള് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ചോദിക്കുന്ന ഒരു വേർഡ് പറയും. ഇപ്പൊ നഖം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഏത് ഖായാന്ന് നമുക്കൊരു വേർഡ് കേട്ടാൽ അവിടെ ഏത് മലയാള അക്ഷരം എന്നുള്ളത് നമുക്കൊന്നും അറിയായിരുന്നു. ചെറുപ്പത്തിലും അറിയായിരുന്നു. അവർക്കറിയില്ല ഏത് ഖായ, ഇങ്ങനെയുള്ള ഖായാണോ, ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. കാരണം ഞാൻ മോനെ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ ഇതേപോലെ ചോദിച്ചത് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛനും അമ്മയുണ്ട്, ഹസ്ബൻഡ് ഗൾഫിലാണ്, അച്ഛനും അമ്മയും ജോലിക്ക് പോവും. അപ്പൊ മോനോട് ആരോ വർത്തമാനം പറയാ. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടാ. ഒരാളുള്ളോ? ശരിക്കും എപ്പോഴും വർത്താനം പറയാറില്ല, ഇല്ല വല്ലപ്പോഴൊക്കെ. അപ്പൊ എന്നോട് പറയാം അതാണ് കുഴപ്പം, എപ്പോഴും മോനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക, അപ്പൊ ശരിയായിക്കോളും. കാരണം അവര് നമ്മുടെ ലിപ് മൂവ്മെന്റ് നല്ലപോലെ ശ്രദ്ധിക്കും. നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചല്ലോ, ഒരു ബോത്ത് ആക്ഷൻ ആൻഡ് ലിപ് മൂവ്മെന്റ് ആണല്ലോ ആ കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തായാലും ഡോക്ടർ മോണ്ടിസോറി അതിന് കുറെ സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള പല ആക്ടിവിറ്റീസും മെറ്റീരിയൽസും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. 1 സെക്കൻഡ്. ഇപ്പൊ ഡോക്ടർ മോണ്ടിസോറി സെൻസോറിയൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന്റെ കാര്യം മനസ്സിലായി. ഇതുപോലെ അവിടെ കുട്ടികളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ടേപ്പ് ചെയ്ത് വെക്കും. അവരെ തന്നെ വീണ്ടും കേൾപ്പിക്കും, അവരുടെ ശബ്ദം തന്നെ വീണ്ടും കേൾപ്പിക്കും. നമുക്കിപ്പോ മൊബൈലിൽ അത് റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് അവരെ കാണിക്കാം, കേൾപ്പിക്കാം, കുറെ ഓപ്ഷൻസ് നമുക്കിപ്പോ ഉണ്ട്. പിന്നെ ഫോണറ്റിക് സൗണ്ട് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ലേണിംഗ് മെത്തേഡ് ആയിരുന്നു. അപ്പൊ അതും ഹെൽപ്ഫുൾ ആണ്. അവർ കേൾക്കുക, ശബ്ദത്തെ അവർ കേട്ടിട്ടാണ് അവര് മനസ്സിലാക്കുന്നത്. അമ്മയുടെയും ഒരു ടീച്ചറുടെയും റോള് അത് നമ്മൾ പറയുമായിരുന്നു. കാരണം ഇവിടെ ശരിക്കും അമ്മമാര് തന്നെയാണ് കുട്ടികൾ. ഇപ്പൊ തന്നെ ശരണ്യ പറഞ്ഞപ്പോ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടിയോട് സംസാരിക്കാൻ. കാരണം ബാക്കിയുള്ളവരെല്ലാം പല പല ഏരിയയിലേക്ക് പോകുന്നവരാ. കുട്ടിയുടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അമ്മമാരാണ്. അത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും അമ്മമാരായിരിക്കും. അല്ലാതെയുള്ള ഫോറിൻ കൺട്രീസിലൊക്കെ ആയിരിക്കും ഈ കെയർ ടേക്കർ അല്ലെങ്കിൽ ആ ഒരു ബേബി സിറ്റർ വന്നിരിക്കുന്നത്. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒബ്സർവ് ചെയ്യുവാണ് കുട്ടികളെ. അപ്പൊ അവിടെ കുട്ടികളാണ് ആക്റ്റീവ്, ആ ഒരു ഫെസിലിറ്റേറ്റർ പാസീവ് ആയിരിക്കും. ആ ഒരു പാസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കുട്ടിയെ ക്യൂരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റണം. ഒബ്സർവേഷൻ ആണ് മെയിൻ ആയിട്ടും ആ ഒരു ഫെസിലിറ്റേറ്റർക്ക് വേണ്ടത്. നമ്മൾ ആ ടീച്ചിങ് മാനുവൽ എഴുതുന്നത് ഒബ്സർവേഷനിലൂടെയാണ്. അല്ലാതെ കുട്ടികൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അല്ല നമ്മൾ എഴുതി വെക്കുന്നത്. നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുന്നു, ആ ആക്ടിവിറ്റി ചെയ്യാൻ കുട്ടി എന്നിങ്ങനെ കാണിക്കുന്ന ഇൻട്രസ്റ്റ്, എത്ര നേരം ചെയ്തു, എത്രാമത്തെ ഇത് ചെയ്തപ്പോഴാണ് കുട്ടി കറക്റ്റ് ആയിട്ട് അത് ചെയ്തത്, എത്ര സമയം ആ ഫസ്റ്റ് ടൈം ചെയ്തപ്പോ ടൈം എടുത്തു, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോ എത്ര ടൈം എടുത്തു, അങ്ങനെ ആ ഒരു ദിവസം എത്ര തവണ ചെയ്തു, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ടീച്ചിങ് മാനുവലിൽ എഴുതി വെക്കുന്നത്. അപ്പം നമ്മളുടെ പൊസിഷൻ ഒബ്സർവർ ആണെന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ ഇരിക്കണം. അത് നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. മറ്റേത് എന്താ, ക്ലാസ്സിലേക്ക് ചെയ്യുന്നു, ടീച്ചർ അവിടെ ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ രീതിയാണ്. ടീച്ചർ നിന്ന് ക്ലാസ് എടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് നടത്തിയാൽ അത്രയും നല്ല. പക്ഷെ ഇവിടെ ടീച്ചർ പാസീവ് ആണ്, അതായത് ഫെസിലിറ്റേറ്റർ പാസീവ് ആണ്, അവിടെ ഒരു ഒബ്സർവർ ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ആ രീതിയിലാണ് ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിലെ കാര്യങ്ങൾ പോകുന്നത്.
പിന്നെ ഇങ്ങനെ ഒബ്സർവർ ആകണമെങ്കിൽ, പ്രോപ്പർ ആയിട്ടൊരു ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ ഒബ്സർവർ ആകണമെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ എവറി ഡേ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് പല പല പ്രശ്നങ്ങളായിട്ട് ആലോചനയിലൊക്കെ ആയിരിക്കും. അപ്പൊ ഒരു കുട്ടിയെ നമുക്ക് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഒരു നീതികേടായി പോലെ. കാരണം കുട്ടിയെ ഒബ്സർവ് ചെയ്താലാണ് അവൻ എന്താണ് നീഡ്, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അവനെ എങ്ങോട്ട് കൊണ്ടുപോകണം, അതൊക്കെ നമുക്ക് മനസ്സിലാകുള്ളൂ. ആ ഒരു ഹംബിൾനെസ്, ലവ്, കെയർ, അഫെക്ഷൻ എല്ലാം നമുക്ക് കുട്ടിയോട് കാണിക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഹാർട്ട് പ്യൂരിഫൈഡ് ആയിരിക്കണം. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പ്യുവർ സോൾസ് ആണ്. അവര് നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചിട്ടാ നമ്മളെ നോക്കി തന്നെ ഇരിക്കുമായിരിക്കും. അപ്പൊ നമ്മൾ അവരെ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഹൃദയവും പ്യൂരിഫൈഡ് ആകണം. ആ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കണം. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകണമെങ്കിൽ ആ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കണം. നമ്മൾ എമ്പതി ആയിരിക്കണം. അപ്പൊ അത് കുട്ടികളോട് മാത്രമല്ല, എല്ലാ ആളുകളോടും ഒന്ന് തന്നെയായിരിക്കണം. എമ്പത്തറ്റിക് ആയിട്ട് നമ്മൾ അവരെ ഡീൽ ചെയ്യണം. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റണം. അത് കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും. പിന്നെ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള ഡിസോർഡർ, പല രീതിയിലുള്ള ബിഹേവിയർ ചേഞ്ചസ് നമുക്ക് കുട്ടികളിൽ കാണാനായിട്ട് പറ്റും. എഡ്യൂക്കേഷണൽ സൈക്കോളജി ആ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, ഒരു ടീച്ചർ കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കണം. അത് ഇൻഡിവിജ്വൽ ബിഹേവിയർ മനസ്സിലാക്കണം. കുട്ടിയെ ഒരു ഗ്രൂപ്പിലാക്കി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ ബിഹേവിയർ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലെ ബിഹേവിയർ മനസ്സിലാക്കണം. ഇപ്പൊ ഇന്നത്തെ ദിവസം കുട്ടി നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു, നാളെ വരുമ്പോ വളരെ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം വീട്ടിൽ നിന്നും എന്തൊക്കെയോ വഴക്കുണ്ടാക്കി വന്നു. അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു കോൾഡ് ഉണ്ട്, ജലദോഷം ഉണ്ടെങ്കിൽ കുട്ടികൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടിയിൽ ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ വയലന്റ് ആയിട്ടുള്ള ഒരു നേച്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ വൈൽഡ് ആക്ഷൻ, കയോട്ടിക് ആക്ഷൻസ്, വൈൽഡ് ആക്ഷൻസ് കാണിക്കാം. പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആക്ഷൻസ് കാണുവാണെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ കാണുവാണെങ്കിൽ അത് നോട്ട് ചെയ്യും. ചില കുട്ടികൾ ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ അവര് എന്നങ്ങ് കൂവും അല്ലെ, ഭയങ്കരമായിട്ടൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കും, സന്തോഷപ്രകടനമായിരിക്കും ചില സമയത്ത്. അതെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ചിലപ്പോ സന്തോഷം കൊണ്ട് ഇങ്ങനെ അലറി വിളിക്കും, കരഞ്ഞു വിളിക്കും അല്ലെ, ആ ഒരു ഇത് കാണാം. പിന്നെ അവരെ നമ്മൾ അഫക്ഷനോട് കൂടി അവരോട് പെരുമാറുമ്പോൾ അവരുടെ രീതികൾക്ക് മാറ്റം, അങ്ങനെ പല രീതിയിലുള്ള അവരുടെ കോണ്ടാക്ട് അത് കാണാം. ചിലപ്പോൾ ഡിസോർഡർ ആയിട്ടുള്ള ആക്ഷൻസ് കാണാം. ഇതെല്ലാം അവരുടെ ഡെവലപ്മെന്റിന്റെ ഓരോരോ പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അതാണ് കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം. പലപ്പോഴും വൈൽഡ് ആക്ഷൻസ് അവരെ കാണിക്കാം, ചിലപ്പോൾ സന്തോഷ പ്രകടനം കാണിക്കാം, ചിലപ്പോൾ ഓടാം, ചിലപ്പോൾ കിടന്ന് കുത്തിമറിയാം. ഇതെല്ലാം അവരുടെ ഇപ്പൊ ഒരു ആക്ടിവിറ്റി കൊടുത്തു, ഫസ്റ്റ് ട്രൈ ലൈൻ ശരിയായില്ല, രണ്ടാമത് ചെയ്തു, മൂന്നാമത് ചെയ്തു, നാലാമത് ചെയ്തപ്പോ അവൻ അത് ഫിനിഷ് ചെയ്തു, അത് അച്ചീവ് ചെയ്തു എന്ന് വിചാരിച്ചു. ചിലപ്പോ അവിടെ കിടന്ന് കുത്തിമറിയും, അല്ലെങ്കിൽ അവിടെ മുഴുവനും ഓടി നടക്കും. LKG UKG ക്ലാസ്സിലൊക്കെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റും. ആ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടികളുടെ അവരെങ്ങനെയാണ് അവർ എക്സ്പ്രഷൻ അവർ കാണിക്കുന്നത്, ഒരു എക്സ്പ്രസീവ് വേ അവരത് അക്കംപ്ലിഷ് ചെയ്തത് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ അത് അവരുടെ കോണ്ടെക്സ്റ്റിന്റെ കാര്യം പറഞ്ഞതാണ്. ഇനി ഒബീഡിയൻസ് നമ്മൾ പറഞ്ഞു, അവരിൽ തന്നെയാണ് ഒബീഡിയൻസ് വരുന്നത്. കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു, ചില സമയത്ത് ഇവര് ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോൾ ചിലപ്പോ അങ്ങോട്ട് ശ്രദ്ധിക്കും, അക്നോളജി, ചിലപ്പോ അങ്ങോട്ട് പോകും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവര് വിത്തൗട്ട് പ്രൊട്ടസ്റ്റ് അതിനെ ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ അവർക്ക് ഒരു ഫ്രീഡം കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവർക്ക് മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുത്തു. പിന്നെ അക്യൂസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് വിത്തൗട്ട് പ്രൊട്ടസ്റ്റ് എന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചില സമയത്ത് എന്നിട്ട് അവരോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവർ ചിലപ്പോ ഒരു എതിർപ്പൊന്നുമില്ലാതെ അത് ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ കുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ നമ്മളെ കേൾക്കും അല്ലെ. ആ ഒരു അക്യൂസൻസ് അവര് കാണിക്കും. ആക്സെപ്റ്റ് വിത്തൗട്ട് പ്രൊട്ടസ്റ്റ്, അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. നമ്മളെ അവർ ഫോളോ ചെയ്യുന്നു. ഒബീഡിയൻസ് എന്തോ
ആ വേർഡ് ഒന്നും കൂടി പറയൂ. എന്താ അക്യൂസേ? acquiescence, accept without protest. വേർഡ് എഴുതി തരുമോ? എഴുതി തരുന്ന വെച്ചാൽ മലയാളത്തിലാണോ? ഇംഗ്ലീഷില്? ആ പേജ് നമ്പർ ഒന്ന് പറയാമോ? കോണ്ടാക്ട് ആൻഡ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റാർ ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ളേ. ഞാൻ ഓരോ പേജ് ബൈ പേജ് ആയിട്ടാ പറഞ്ഞു പോകുന്നത്. എനിക്ക് പ്രിന്റ് ഔട്ട്സ് ആയതുകൊണ്ട് എന്റെ പേജ് നമ്പർ ഇല്ല, ടെക്സ്റ്റ് അല്ല. കിട്ടിയില്ല? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്താ പറഞ്ഞു വന്നേ, റിയൽ പ്രിപ്പറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ദ സ്റ്റഡി ഓഫ് വൺ സെൽഫ് പറഞ്ഞു നിർത്തി. അത് കഴിഞ്ഞ ഒരു അഡൾട്ടും കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അഡൾട്ട് എപ്പോഴും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്നു. അങ്ങനെ അങ്ങനെ പറഞ്ഞ അടുത്ത പേജിലായത് പേജ് നമ്പർ 122. എനിക്കറിയില്ല, എന്റെ പ്രിന്റ് ഔട്ട്സ് ഹസ്ന. വേറെ ആരെങ്കിലും പറയോ? കോണ്ടാക്ട് നോട്ട് ദ സ്റ്റേറ്റ് ഓഫ്, അതാണോ? അതെ അതെ. 134. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയ കാര്യങ്ങൾ അതേ ആ പേജ് തന്നെ വെച്ചോണ്ടിരിക്കുവാണോ? ഞാൻ ഒന്നുകൂടെ പറയണോ ലാസ്റ്റ് ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അതായത് ഡോക്ടർ മോണ്ടിസോറി ക്ലാസ് റൂമിനെയാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് വിളിച്ചത്. ഡോക്ടർ മോണ്ടിസോറിക്ക് സ്കൂളിന്നോ ക്ലാസ് റൂമിന്നോ ഇതൊക്കെ ഹസ്ന, ഇത് ഞാൻ ഈ ചാപ്റ്ററിലെ കാര്യങ്ങളൊന്നും ആയിട്ടല്ല പറയുന്നത്. ഞാൻ ഡോക്ടർ മോണ്ടിസോറിയുടെ വ്യൂസും കൂടെ ഷെയർ ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്താണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആണ് ഇതിന് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പേര് കിട്ടിയത്. അതൊരു സെക്കൻഡറി ലൈഫാണ് കുട്ടികൾക്ക്. കുട്ടികൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ വീട്ടിലൊരു ലൈഫിന്റെ ഒരു ഫേസ് ആണെങ്കിൽ ഇവിടെ ഇവർക്ക് രണ്ടാമതൊരു ഫേസ് ആണ്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ ഡെവലപ്മെന്റ് തടസ്സം വരുന്ന ഒന്നും ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഇല്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ മാറ്റണം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണം എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. അതുകൊണ്ട് ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യണം. കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യണം. അതും അറിവുള്ള ഒരു വ്യക്തി തന്നെ അത് പ്ലാൻ ചെയ്യണം. സയന്റിഫിക് ആയിട്ട് അത് പ്ലാൻ ചെയ്യണം എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. അത് മാത്രമല്ല, ആ ഒരു മോണ്ടിസോറി സ്കൂളിലേക്ക് സെലക്ട് ചെയ്യുന്ന ഫെസിലിറ്റേറ്റേഴ്സിന് സെലക്ട് ചെയ്യുന്നതിലും ഇതേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് അറിവുണ്ടായിരിക്കണം മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച്. ഓക്കെ, പിന്നെ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കുട്ടികൾക്ക്. ഞാൻ ഫ്രീഡം എന്നുള്ള ആ ഒരു ടൈറ്റിൽ വരുന്നതല്ല പറയുന്നത്, അതിന്റെ മുകളിൽ ആ പേജിൽ തന്നെ ഡോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം, എന്നാൽ മാത്രമാണ് അവരുടെ ഡെവലപ്മെന്റ്, അവർ ഇൻഡിപെൻഡന്റ് ആകുള്ളൂ. നിങ്ങൾക്ക് ആ സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അവന് തന്നെത്താനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവനെ തന്നെ ചെയ്യാനായിട്ട് അനുവദിക്കുക. സപ്പോർട്ടും ഹെൽപ്പും വേണ്ടത് മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. അതേസമയം അവൻ തന്നെത്താനെ ചെയ്യുന്ന കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ അവൻ അതിനകത്ത് പെർഫെക്റ്റ് ആകുമോ? ഇല്ല. അവന്റെ ഇൻഡിപെൻഡന്റ് ആകാനുള്ള അവന്റെ ടെൻഡൻസിയെ നമ്മൾ തടസ്സപ്പെടുത്തുക. അപ്പൊ ആസ് ആൻ അഡൾട്ട് നമ്മൾ എപ്പോഴും പാസീവ് ആയിരിക്കണം, ആക്റ്റീവ് കുട്ടികളായിരിക്കണം. കുട്ടി തന്നെ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നു, അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല, കുത്തി തിരികെ കൊടുക്കും അല്ലേ? നമ്മൾ കുട്ടിയുടെ ശരീരം വളരാനുള്ള ഭക്ഷണമല്ല. ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളാണ് തീരുമാനിക്കുന്നത് എന്ത് കഴിക്കണം എന്ന്. പക്ഷെ നമ്മൾ തീരുമാനിക്കണം കുട്ടി എന്ത് കഴിക്കണം എന്ന് വെച്ചാൽ പ്രോട്ടീൻ റിച്ച് ബാലൻസ്ഡ് ഫുഡ് കുട്ടിക്ക് കൊടുക്കണം. അത് എത്ര വേണമെന്ന് കുട്ടി തീരുമാനിച്ചോട്ടെ. ഇവിടെ നേരെ തിരിച്ചല്ലേ, എത്ര വേണമെന്ന് അമ്മമാര് തീരുമാനിക്കും, എന്ത് വേണമെന്ന് കുട്ടികൾ തീരുമാനിക്കും. അപ്പൊ ആകെ തെറ്റി. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഫ്രീഡം അല്ല. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. കുട്ടിക്ക് ശരിയായ ഡെവലപ്മെന്റിന് എന്ത് വേണോ അതിനനുസരിച്ചുള്ള ഫ്രീഡം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ കുട്ടികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ മുകളില് കൺട്രോൾ കിട്ടണമെങ്കിൽ അവരത് പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്.
ആദ്യമായിട്ട് ജഗ്ഗിന്ന് വെള്ളം ഒഴിച്ചപ്പോ വെള്ളം മുഴുവനും തെറിച്ചു പോയി. കുട്ടിയെ നമ്മൾ ഷൗട്ട് ചെയ്യുന്നതിന് പകരം ഒരു തുണി എടുത്ത് കൊടുക്കുക, അവരെ തുടച്ച് വൃത്തിയാക്കാൻ പറയും. എന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം ജഗ്ഗിന്ന് എങ്ങനെ വെള്ളം ഒഴിക്കണം. രണ്ടാമത് ചെയ്യുമ്പോ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അവന്റെ ഉള്ളിലുള്ള ഫോഴ്സ് അവനെ പുഷ് ചെയ്യുന്നു, അവന്റെ ഇന്നർ ഗൈഡ് അവനെ കൊണ്ട് ചെയ്യിക്കും. കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് അവന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവന് പിടികിട്ടും. അപ്രാവശ്യം വെള്ളം തുള്ളി തുള്ളിയായിട്ട് പോവുമായിരിക്കും, കുറച്ച് പോവുമായിരിക്കും. മൂന്നാമത് ചെയ്യുമ്പോൾ അവൻ ഒന്നുകൂടെ ശ്രദ്ധിക്കും, കാരണം ആദ്യത്തെ 2 പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് അവന്റെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെ അവൻ ചെയ്യുന്ന ആക്ഷന്റെ കൺട്രോള് അവന് കിട്ടുന്നു. എങ്ങനെ കിട്ടുന്നു? നമ്മൾ ഫ്രീഡം കൊടുത്തത് കൊണ്ട്. അതേസമയം നമ്മൾ ചെയ്യിക്കാതിരിക്കുവാണെങ്കിലോ ആ കുട്ടി ജീവിതകാലം മുഴുവനും ഒരാളുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കും. കുട്ടി തന്നെത്താനെ പഠിക്കാനും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു പ്രായം ഉണ്ടാവുമല്ലോ. 4ാം ക്ലാസ് ഒക്കെ എത്തുമ്പോ തന്നെ പഠിക്കണം ശരിക്കും. ആ സമയത്തും കുട്ടി ഒന്നും തന്നെ ചെയ്യില്ല, എല്ലാം അമ്മ ചെയ്തു കൊടുക്കുക. അമ്മമാര് വളരെ പ്രൗഡായിട്ട് പറയും, അവന് ഞാനില്ലാതെ പറ്റില്ല. അങ്ങനെ ആക്കി വെച്ചത് നമ്മൾ തന്നെയാണ്. ഓക്കെ, പിന്നെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമ്മൾ പറഞ്ഞു. ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ബേസിക് എലമെന്റ്സിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രീഡം, സ്ട്രക്ചർ ആൻഡ് ഓർഡർ, റിയാലിറ്റി ആൻഡ് നേച്ചർ, ബ്യൂട്ടി ആൻഡ് അറ്റ്മോസ്ഫിയർ, ദ മോണ്ടിസോറി മെറ്റീരിയൽ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സൈക്കിൾ. അത് ഓരോന്നുമാണ് നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കുന്നത്. ഫ്രീഡം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഫ്രീഡം അല്ല, ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നതാണ് ഫ്രീഡം എന്ന് കുട്ടികൾ തന്നെ അവിടെ മോണ്ടിസോറി എൻവയോൺമെന്റ് തിരുത്തുന്നുണ്ട്. തോന്നുന്നത് ചെയ്യാം, നമുക്കും അറിയാം നമ്മൾ ഫ്രീഡം എന്ന് പറയുന്നത് തോന്നുന്നത് ചെയ്യാന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും അങ്ങനെയുള്ളത് ചെയ്യരുത്. ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത കാര്യം ചെയ്യണം. എനിക്ക് പാട്ട് ഉറക്ക വെക്കണം, ഉറക്ക വെച്ച് കേൾക്കണം. പക്ഷെ ഞാൻ ഉറക്ക വെക്കുമ്പോ തൊട്ടടുത്ത വീട്ടിലൊരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ ഞാനത് ചെയ്യരുത്, അല്ലെ? എനിക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ എന്ന് കരുതി വേറൊരാളെ ശല്യപ്പെടുത്തുന്ന ഫ്രീഡം ആകരുത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് കൊടുക്കണം എന്ന് പറയുന്നത്. അത് നമ്മളൊരു കുട്ടിയുടെ ചുറ്റും ഒരു വട്ടം വരയ്ക്കുവാണെങ്കിൽ നമ്മൾ തീരുമാനിക്കും ആ വട്ടം എത്രത്തോളം വലുതാക്കണം, എത്രത്തോളം ചെറുതാക്കണം. അതായത് പട്ടം പോലെയാണ്. ആ പട്ടത്തിന് എത്ര ദൂരെ വേണമെങ്കിലും ഫ്ലൈ ചെയ്യാം, പക്ഷെ എത്ര ദൂരെ പോണം എന്നുള്ളത് താഴെ നിന്ന് അതിന്റെ ചരടി പിടിക്കുന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലെ? പട്ടം വിചാരിക്കും എനിക്ക് എത്ര ഹൈറ്റിലേക്ക് വേണമെങ്കിലും പോകാം, പക്ഷെ അതിന്റെ കൺട്രോള് നമ്മുടെ കയ്യിലായിരിക്കണം. അതുകൊണ്ടാണ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് യൂസ് ചെയ്യുന്ന മാറ്റിന്റെ പ്രത്യേകത എന്താ? മാറ്റ് അത് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മാറ്റ് എന്ന് പറയുന്നത്. ആ കുട്ടി ആ മാറ്റിലിരുന്ന് അതില് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ മാറ്റ് എത്രത്തോളം വലിപ്പമുണ്ടോ അത്രയും ഏരിയയാണ് ആ കുട്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, സറൗണ്ടിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതാണ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അഡൾട്ട് ആണ് കുട്ടിയുമായിട്ട് ഡീൽ ചെയ്യുന്നത്. വീട്ടിലും അതെ, സ്കൂളിലും അതെ, അല്ലെ? അത് അഡൾട്ട് എപ്പോഴും പാസീവായിട്ടിരിക്കണം, കുട്ടിയാണ് ആക്റ്റീവ് ആകേണ്ടത്. നമ്മുടെ സപ്പോർട്ടും ഹെൽപ്പും വേണം. കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ, തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത്. കാരണം അത് അവന്റെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യും, സ്റ്റണ്ട് ചെയ്യും, തടസ്സപ്പെടുത്തും. കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്ത് തന്നെ പോകണം. അഡൾട്ട്സ് എപ്പോഴും അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കും. അവര് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ കുട്ടിയും ചെയ്യണം എന്ന് വിചാരിക്കും. ഞാൻ ചെയ്യുന്നില്ലേ, പിന്നെന്താ നിനക്ക് ചെയ്താൽ? അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ ചെയ്യുന്നില്ലേ, അതുപോലെ ചെയ്യാൻ പാടില്ലേ? നീ എന്താ അവനെ പോലെ ആകാത്തെ? ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗ്സ് പലപ്പോഴും അഡൽട്സിന്റെ ഭാഗത്ത് നിന്ന് വരാം. എന്തിന് ഇത്ര സമയം എടുക്കുന്നേ? ഞാനാണെങ്കിൽ ഇത് 5 മിനിറ്റ് കൊണ്ട് ചെയ്തേനെ. അതല്ല, ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പീഡുണ്ട്. അപ്പൊ ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു പേസും കൊടുക്കണം, അവന് സ്വതന്ത്രമായിരുന്നു ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു എൻവയോൺമെന്റില് കുട്ടികളുടെ സ്വഭാവവും അവരിൽ ഒബീഡിയൻസ് എങ്ങനെ വരുന്നു, ആ പേജ് നമ്പർ അല്ലേ 134 എന്ന് പറഞ്ഞത്? ഓക്കെ, കുട്ടികളുടെ സ്വഭാവവും അവരുടെ ഒബീഡിയൻസും എങ്ങനെ വരുന്നു എന്ന് പറയാം. ചില സമയത്ത് കുട്ടികൾ വൈൽഡ് ആയിട്ടുള്ള ആക്ഷൻസ് കാണിക്കും, കയോട്ടിക് ആക്ഷൻസ്. നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, ഏതൊരു പോയിന്റിലാണ് കുട്ടി അങ്ങനെ വൈൽഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കാണിച്ചത്. ചിലപ്പോൾ ഇന്നലെ വളരെ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്ത കുട്ടിയായിരിക്കാം, ഇന്ന് ചിലപ്പോൾ നേരെ തിരിച്ചു കാണിക്കും, അല്ലെ? പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ പറ്റി പറയാറുണ്ടായിരുന്നു, ഇന്ന് എന്താണെന്നറിയില്ല ഭയങ്കര വാശി,
ഇന്നലെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല, അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഏത് പോയിന്റിലാണ് കുട്ടി അങ്ങനെ വൈൽഡ് ആക്ഷൻ, കയോട്ടിക് ആയിട്ടുള്ള ആക്ഷൻസ് കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പലപ്പോഴും ഏതെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണോ കുട്ടിയില് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകുന്നതെന്നുള്ളത് കൂടെ ശ്രദ്ധിക്കുക. പലപ്പോഴും ഏതെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണോ ആ ഒരു ചേഞ്ച് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴെങ്കിലും സന്തോഷത്തോടുകൂടി അവർ അലറി വിളിക്കുകയോ കൂകി വിളിക്കുകയോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതെല്ലാം ഏതൊരു ടൈമിലാണ് ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമ്മൾ കുട്ടികളെ ഒന്ന് കൊഞ്ചിക്കുന്ന സമയത്ത് അവരുടെ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. ഇതെല്ലാം ഇവരുടെ ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ്. കാരണം നമ്മൾ പറഞ്ഞു ഇമോഷണൽ ഡെവലപ്മെന്റ് നിങ്ങൾ പഠിച്ചു, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേ ആണ്. അതേസമയം ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നു എന്ന് വിചാരിച്ചു, അപ്പൊ നമ്മളവിടെ മിണ്ടില്ലേ കരയില്ലേ എന്ന് പറഞ്ഞിട്ട് തടസ്സപ്പെടുത്തുന്നു. കുട്ടി വല്ലാതെ ഇങ്ങനെ ഏങ്ങലടിച്ച് സപ്രസ് ചെയ്യാൻ നോക്കും. ഇത് അതിന്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. വലുതാകുമ്പോഴും ഇതേ പ്രോബ്ലം വരും കൊച്ചിന്. അപ്പോ അവര് കരയുന്നത് കരയട്ടെ. നമ്മൾ ചില പാരന്റ്സിനെ ശ്രദ്ധിച്ചിട്ടില്ലേ, കുട്ടികൾ വാശിയെടുത്ത് കരയുമ്പോൾ ഇവര് മൈൻഡ് ചെയ്യില്ല, ഇവര് ആരുമല്ല എന്നുള്ള രീതിയിൽ ഇവരുടെ കാര്യങ്ങളായിട്ട് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ കൊച്ചങ്ങ് ശാന്തമാകും. അതേസമയം പാരന്റ്സ് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നു, കൊച്ചിനെ പണിഷ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ആകെ അവിടുത്തെ ആ അന്തരീക്ഷം തന്നെ മോശമാവും. അപ്പൊ ചില സമയത്ത് അങ്ങനെയുള്ള വൈൽഡ് ആക്ഷൻസ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. അത് ഏത് പോയിന്റിലാണ് ഉണ്ടാകുന്നത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഒബീഡിയൻസ് അത് കുട്ടി ഓരോ സിറ്റുവേഷനിലും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്. ആരെങ്കിലും വിളിക്കുമ്പോഴോ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള റെസ്പോൺസ്. കുട്ടി എപ്പോഴാണ് ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ ചിലപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചിലപ്പോൾ വരാറുണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റില്. അങ്ങനെ മറ്റുള്ളവരുമായിട്ട് ചേരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ്. ചില കുട്ടികൾ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഒന്നും ചെയ്യാതെ അനങ്ങാണ്ടിരിക്കും. ചില കുട്ടികൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യും. ചില കുട്ടികൾ സപ്പോർട്ട് ചെയ്യും. ഒരാൾ ഇത് ചെയ്യുമ്പോൾ ഞാനിത് ചെയ്യാന്ന് പറയും. ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് കുട്ടികളുടെ ബിഹേവിയർ, ഗ്രൂപ്പിലെ ബിഹേവിയർ ചേഞ്ചസ് ആണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒബീഡിയൻസ് അല്ലെ, അനുസരിക്കുന്നു, വിത്തൗട്ട് പ്രൊട്ടസ്റ്റ് അനുസരിക്കുന്നു. വളരെ എന്താ പറയാ സമാധാനപരമായിട്ട് അവര് അനുസരിക്കുന്നു. നമ്മൾ തല്ലിയോ പണിഷ് ചെയ്തോ വഴക്ക് പറഞ്ഞോ അല്ല അനുസരിക്കുന്നത്. നമ്മൾ പറയുമ്പോഴേക്കും അവരത് വളരെ ഒരു പ്രൊട്ടസ്റ്റും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് അനുസരിക്കുന്ന രീതി ഉണ്ടാകും. പിന്നെ ഈ ഒബീഡിയൻസ് ഫോം ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് നോക്കണം. കാരണം ഇപ്പൊ ഇന്ന് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ കുട്ടി വളരെ അനുസരണയുള്ള കുട്ടിയായിട്ട് എല്ലാം അനുസരിച്ചു. നാളെ ചിലപ്പോ നേരെ തിരിച്ചായിരിക്കും. ചിലപ്പോ കേൾക്കില്ല, ശ്രദ്ധിക്കില്ല, അനുസരിക്കില്ല. ആ രീതിയിൽ ബിഹേവിയർ മാറും. അപ്പൊ ആ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴാണ് കുട്ടി ആ ഒബീഡിയൻസ് കറക്റ്റ് ഓർഡറിൽ പോകുന്നത്? ഇന്നലെ ഒരു അനുസരണയും കാണിച്ചില്ല, ഇന്ന് നമ്മള് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി കൊടുത്തു എന്ന് വിചാരിച്ചു, ഇന്ന് നമ്മൾ പറയുമ്പോഴേക്കും ഒരു പ്രശ്നമില്ലാതെ അത് നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. സന്തോഷത്തോടു കൂടി അനുസരിക്കുന്ന സമയം. ഇങ്ങനെയൊക്കെ ഈ ഒബീഡിയൻസ് പല രീതിയിൽ വരാം അല്ലെ. പേടിച്ചിട്ട് ഒബേ ചെയ്യാം, ഇഷ്ടത്തോടെ ഒബേ ചെയ്യാം, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്തു കഴിയുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടി ഒബേ ചെയ്യാം അല്ലെ. അങ്ങനെ ഒബീഡിയൻസ് പല രീതിയിൽ വരാം. അപ്പൊ അത് നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഈ ഒബീഡിയൻസിന്റെ രീതികൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ഒബ്സർവേഷൻ. ഞാൻ ഈ പറയുന്നത് ഒന്ന് കറക്റ്റ് ആണോ നോക്കണേ, കാരണം എന്റെ പേജ് അങ്ങോട്ട് കൊടുക്കാൻ മാറിപ്പോയിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് അതാണോ, പേജ് മാറിയതാണോ? വലിയൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്ത് വെക്കാം. പിന്നെ പേജ് മാറിയിട്ടുണ്ടോ എന്നൊരു ഐഡിയ.
ഞാന് നിങ്ങൾക്ക് ഒരു റിവിഷൻ ക്ലാസ് തരാം. അത് മെയിൻ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തരാം കേട്ടോ. ടേം എക്സാമിന് മുമ്പ് ഉണ്ടാവില്ല, മെയിൻ എക്സാമിന് മുമ്പ് തരാം. ഈ ഒരു പേജ് മാറിപ്പോയി, അതാണെന്ന് തോന്നുന്നു ഹസ്ബൻഡ് എന്നോട് ഇത് എവിടെയാ എന്താന്ന് ചോദിച്ചാല്. എന്റെ പേജ് ഞാൻ പിൻ ചെയ്തത് മാറി, വിട്ടു പോന്നപ്പോ ഞാൻ പിൻ ചെയ്തതിൽ എന്തോ ഒരു ഡിഫറൻസ്. സോറി കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഫ്രീഡം ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ. ഓക്കെ, സോ നമ്മൾ ഫ്രീഡം കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. കുട്ടി ഇൻഡിപെൻഡന്റ് ആകാനും കുട്ടിയെ തന്നെ എക്സ്പ്രസ് ചെയ്യാനും. നമ്മൾ ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ കുട്ടി തന്നെ കാര്യങ്ങൾ ചെയ്യുകയില്ല, കുട്ടി എന്താണോ അത് എക്സ്പ്രസ് ചെയ്യില്ല, പലതും ഹൈഡ് ചെയ്യും. ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. നമുക്ക് നമ്മുടെ വീട്ടില് കുട്ടികളെ നമ്മൾ പല കാര്യങ്ങളിൽ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്ന പേടിയാകും. ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, +2 പഠിക്കുന്ന ഒരു മോള്, അമ്മയും മോളും നല്ല കൂട്ടം. മോൾ എന്തുണ്ടെങ്കിലും അമ്മോട് വന്ന് പറയും. ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് വളരെ ക്യൂരിയസ് ആയിട്ട് അമ്മ ദോശ ചുടുമായിരുന്നു. അമ്മോട് പറയാണ്, അമ്മ എന്റെ കൂടെയുള്ള ഒരു ഫ്രണ്ടിന്റെ പേര് പറഞ്ഞു, അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവനെ ഇഷ്ടം, അവര് തമ്മിൽ ലൈനാന്ന് പറഞ്ഞു. അമ്മ ദോശ ചുട്ട ചട്ടുകം എടുത്ത് ഓങ്ങിക്കൊണ്ട് പറഞ്ഞു, മേലാൽ ഇതുപോലുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു വരുന്നത്, നീ അതുപോലെ ആരുടെ പുറകെ പോരുന്നു പറഞ്ഞു. കൊച്ചു പേടിച്ചു പോയി. അവൾക്ക് നാളെ ഒരു ആളോടൊരു ഇഷ്ടം തോന്നുവാണെങ്കിൽ അവൾ പേടിച്ചിട്ട് ഈ അമ്മോട് പറയില്ല അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മൾ ഫ്രീഡം കൊടുക്കണം, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഫ്രീഡത്തിന്റെ കാര്യം പറയുമ്പോൾ മാറ്റിന്റെ കാര്യം പറഞ്ഞു അല്ലെ. മാറ്റ് കൊടുക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സോ റെസ്പെക്ട് ഫോർ അതേഴ്സ്, അവരെ റെസ്പെക്ട് ചെയ്യും. കാരണം അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവുന്നില്ല. അപ്പോ ഗ്രാജുവലി അടുത്തിരിക്കുന്ന ആളെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പരസ്പരം ഒരു റെസ്പെക്ട് ഉണ്ടാവും. നമുക്ക് ചില ക്ലാസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കുട്ടികൾ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ, ആരെയും പോയി ഇടിക്കാതെ, എവിടെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ വളരെ ഡിസിപ്ലിൻ ആയിട്ട് അവർ സാധനങ്ങൾ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ അവിടെ കുട്ടികളുമായിട്ട് അഡ്മിഷൻ എടുക്കുവാന്ന് വിചാരിച്ചു. നമ്മുടെ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ നമ്മൾ കുട്ടിയെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗേറ്റിന്റെ അവിടെ നിന്ന് അവിടെ അസിസ്റ്റന്റ് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് മെയിൻ ബിൽഡിങ്ങിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ട്രസ്, അതായത് സാധാരണ സ്കൂളുകളിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ HM എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ട്രസ്, ലേഡി ആണെങ്കിൽ ഡയറക്ട്രസ്, മെയിൽ ആണെങ്കിൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവര് ഈ അമ്മയെയും ഈ പാരന്റ്സിനെയും കുട്ടിയെയും കൊണ്ട് അകത്തേക്ക് പോകും. പോകുന്ന വഴിക്ക് ഈ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ട്രസ് പലപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, വി ഹാവ് ടു മൂവ് ജെന്റ്ലി, സ്പീക്ക് സോഫ്റ്റ്ലി. കുട്ടി കണ്ടിന്യൂസ് ഇത് കേൾക്കുക, മൂവ് ജെന്റ്ലി, സ്പീക്ക് സോഫ്റ്റ്ലി. അവന് ഇഷ്ടപ്പെടുന്ന ഒരു എൻവയോൺമെന്റും ആണ്. അപ്പൊ അവിടെ ഞാൻ ജെന്റായിട്ട് മൂവ് ചെയ്യണം, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം. ഇത് അവന്റെ ഉള്ളിൽ ഫസ്റ്റ് ഡേ തന്നെ കയറും. ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ പോണം ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇത് ഫസ്റ്റ് ഡേ തന്നെ തലക്കുള്ളിലേക്ക് കയറും. അപ്പൊ പിന്നെ കുട്ടിക്ക് അതാണ് മൂവ് ജെന്റ്ലി, സ്പീക്ക് സോഫ്റ്റ്ലി, ഇത് അവന്റെ ഉള്ളിലേക്ക് കയറും. അങ്ങനെയാണ് അവൻ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ റഫായിട്ട് മെറ്റീരിയൽസ് ഡെമോ കാണിച്ചു കൊടുക്കരുത്. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കാണിക്കണം. അപ്പൊ കുട്ടി അത് ഫോളോ ചെയ്യും.
അവർ ആ മെറ്റീരിയൽസ് അവർക്ക് ഇഷ്ടപ്പെട്ടതും കൂടിയല്ലേ. നമ്മൾ കണ്ടിട്ടില്ലേ വീട്ടിൽ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ് ഉണ്ടെങ്കിലും ഉറങ്ങാൻ പോകുമ്പോഴും അതിനെയും കൊണ്ടായിരിക്കും പോകുന്നത്, അതിനെയും കെട്ടിപ്പിടിച്ചായിരിക്കും. രാവിലെ എണീക്കുമ്പോൾ ആദ്യം നോക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ആവുമ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ എൻവിയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവർക്ക് അത്രയും ഫ്രീഡം കിട്ടുന്ന ഒരു എൻവിയോൺമെന്റ്. അപ്പൊ തീർച്ചയായിട്ടും അവർ അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ആ എൻവിയോൺമെന്റ് നല്ലതായിരിക്കാൻ അവർ ശ്രദ്ധിക്കും. ഓൾറെഡി ഫസ്റ്റ് ഡേ തന്നെ കിട്ടി, മൂവ് ജെന്റ്ലി. പിന്നെ റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്, ആ ഒരു ആക്ടിവിറ്റി അവൻ തന്നെ ചെയ്യുന്നു. ചിലപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ അവൻ അത് ചെയ്ത് അക്കംപ്ലിഷ് ചെയ്യും. അല്ലെങ്കിൽ സെക്കൻഡ് ടൈം, തേർഡ് ടൈം അവൻ ആ ചാൻസ് കിട്ടുമോ, സമയം കിട്ടുന്നു പലതവണ ചെയ്ത് ആ റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പൊ അവനോട് തന്നെ റെസ്പെക്ട് തോന്നുന്നു. യെസ്, ഐ ആം ഗുഡ് എന്നുള്ളൊരു ഫീൽ ചെയ്യണേ. സ്വയം ഒന്ന് പാറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു, ഐ ആം ഗുഡ് എന്നുള്ളൊരു ഫീൽ ചെയ്യണം. അപ്പൊ അങ്ങനെ ആ ഒരു ഇത്. അപ്പൊ അതിനുള്ള അവസരം എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. എന്റെ ചുറ്റുമുള്ള ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല. അപ്പൊ അങ്ങനെ എല്ലാവരോടും അതാണ് മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ്, മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ റെസ്പെക്ട് എല്ലാം അവിടെ തന്നെ വരിക. ഒരു കോർപ്പറേഷൻ അല്ലെ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ. അപ്പൊ അങ്ങനെ അതൊന്നും നശിപ്പിക്കാതെ നല്ല റെസ്പെക്റ്റോടുകൂടി അതെല്ലാം യൂസ് ചെയ്യുന്നു. പിന്നെ പ്രോഗ്രസ് അറ്റ് ഹിസ് ഓൺ റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്. നമ്മൾ പറഞ്ഞു അവർക്കുള്ള ടൈം കൊടുക്കുന്നു. ആദ്യം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴേക്കും കുറെ സമയം എടുത്തു. റിപ്പീറ്റ് ചെയ്ത് അതിൽ പെർഫെക്റ്റ് ആവുന്നു. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ. അപ്പൊ അവന്റെ ഓൺ സ്പീഡിൽ തന്നെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും, അതിൽ പ്രോഗ്രസ് ആവുകയും ചെയ്യും. അതേസമയം നമ്മൾ പകുതിക്ക് വെച്ച് മതി, ചെയ്തത് മതി, എന്ന് പറയുവാണെങ്കിൽ സാധാരണ ക്ലാസ് റൂമുകളിൽ സംഭവിക്കുന്ന അതാണല്ലോ അല്ലെ. ഒരു പ്രോബ്ലം ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് കുറെ കുട്ടികൾ ആദ്യം ചെയ്യും, കുറച്ചു കുട്ടികൾ പകുതിക്ക് എത്തിയിട്ടുണ്ടാവും, കുറെ പേർക്ക് ആ കൺസെപ്റ്റേ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് പറ്റുന്നു, എല്ലാ കുട്ടികളും ഡെവലപ്പ് ആകുന്നില്ല. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റില് കുട്ടികൾക്ക് സമയം കൊടുക്കുന്നു അവനവന്റെ സ്പീഡില് കാര്യങ്ങൾ ചെയ്യാൻ. അവിടെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല, നീ 5 മിനിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഫിനിഷ് ചെയ്യണം എന്നൊന്നും അല്ല പറയുന്നത്. അവിടെ അവരുടെ സ്പീഡിൽ തന്നെ അവരത് ചെയ്യുന്നു. പിന്നെ അവർക്ക് മൂവ് ചെയ്യാം. അവിടെ അവരെ ഒരിടത്ത് പിടിച്ച് ഒരു കസേരയിലൊന്നും ഇരുത്തിയിട്ടൊന്നുമില്ല. അവർക്ക് വരാന്തയിലൂടെ ഇഷ്ടംപോലെ വരാന്ത കണക്ട് ചെയ്തിട്ടുണ്ട് ഔട്ട്സൈഡുമായിട്ട്. അവരതിലൂടെ പുറത്തു പോകാം. അല്ല മെയിൻ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഫോർ സേഫ്റ്റി. അങ്ങനെ അത് മാത്രമല്ല, ഇങ്ങനെ ക്ലാസ് റൂം ക്ലോസ്ഡ് ക്ലാസ് റൂം അല്ല, പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഫ്രീഡം ഓഫ് ചോയ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു, അവർക്ക് തന്നെ സെലക്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ. ഫ്രീഡം ഓഫ് സ്പീച്ച്, നെക്സ്റ്റ് അവർക്ക് സംസാരിക്കാം, അവർക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. പിന്നെ കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അതിലൂടെ അവര് വളരാൻ തുടങ്ങുന്നു, ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു, ഡെവലപ്പ് ചെയ്യും. കുട്ടിയുടെ ഇന്നർ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്ന എന്തോ ഈ ടോപ്പിക്കുകളും കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ പേജ് മാറിപ്പോയി. എന്റെ പേജ് വിട്ടുപോയപ്പോ ഞാനത് പിൻ ചെയ്തപ്പോ അത് മാറിപ്പോയി, അതാ പറ്റിയത്. അതാണ് ആ ടോപ്പിക് ആദ്യം കയറി വന്നത്. അതായത് ഞാനിപ്പോ ഷെയർ ചെയ്തിട്ട് എടുക്കുന്നത്. വലിയൊരു ഇതായതുകൊണ്ട് പ്രിന്റ് ഔട്ട്സ് 2 ഭാഗമായിട്ട് എടുത്തു പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോറി ഫോർ ദാറ്റ്. ആ മെറ്റീരിയൽസ് കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കൺസെപ്റ്റ്സ്, അതിലെ ഫ്രീഡം ആണ് ഇപ്പൊ പറയുന്നത്. ഇനി റിയാലിറ്റി വരും, നേച്ചർ വരും, അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി വരും, അങ്ങനെ ഒബീഡിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ കുട്ടികൾക്ക് അൺകണ്ടീഷണൽ ആയിട്ട് അവരെ സ്നേഹിക്കാം, സ്നേഹിക്കപ്പെടണം. അവരും സ്നേഹിക്കും മറ്റുള്ളവരെ. ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, ആ ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. അപ്പൊ അങ്ങനെ നമ്മളെ ഒരാളെ സ്നേഹിക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ വാല്യൂഡ് ആവുകയാണല്ലേ. ആ ഒരു വ്യക്തിക്ക് നമ്മൾ പ്രിയപ്പെട്ടതാണ്. സോ നമുക്കൊരു വാല്യൂ ഫീൽ ചെയ്യും. പിന്നെ ഫ്രീഡം ഫ്രം ഡേഞ്ചർ. നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞു. അതില് ഈ വെജിറ്റബിൾ കട്ടിങ്ങും ഫ്രൂട്ട്സ് കട്ടിങ്ങും ഒക്കെ ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കത്തി ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അപ്പൊ അപകടം പിടിച്ചത് തന്നെയാണ്. പക്ഷെ അത് ശരിയായ രീതിയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കുകയും ചെയ്യും. നമ്മൾ പ്രോപ്പറായിട്ട് അത് വാച്ച് ചെയ്യും. എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുവാണെങ്കിൽ നമുക്ക് അവിടെ ഇടപെടാം. അപ്പൊ ഒരു കത്തി എങ്ങനെ എടുത്ത് ഉപയോഗിക്കണം എന്നുള്ളത് അവർ കറക്റ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യും. അതിന്റെ അപകടം അവർക്കറിയാം. പക്ഷെ എന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവനും
പേടിച്ചവരിയ്ക്കില്ല. ആ ഡേഞ്ചറിൽ നിന്നുള്ളൊരു ഫ്രീഡം ഫ്രം ഡേഞ്ചർ. എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, 55 വയസ്സിന് മുകളിലായി, ഇപ്പോഴും ഗ്യാസ് സിലിണ്ടർ പേടിയാ. വീട്ടിൽ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത സിലിണ്ടർ കണക്ട് ചെയ്യാനായിട്ട് എടുക്കില്ലേ, പുള്ളി ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് ഓടിപ്പോയി നിൽക്കും. എന്നിട്ട് ഫുൾ കണക്ട് ചെയ്ത് സേഫായെന്ന് ഉറപ്പായി മാത്രമേ വീട്ടിലേക്ക് തിരിച്ചു വെക്കൂ. അത്രയ്ക്ക് പേടി. നമുക്കിവിടെ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ 7ാം ക്ലാസ്സിലൊക്കെ ആവുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ തന്നെത്താനെ ചായ ഉണ്ടാക്കുന്നു, ഓംലെറ്റ് ഉണ്ടാക്കുന്നു, നൂഡിൽസ് ഉണ്ടാക്കുന്നു. അപ്പൊ അവരെ അത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ അവർ തന്നെ പോയി എവിടെയെങ്കിലൊക്കെ ജീവിക്കേണ്ടവരാണല്ലോ. ആ ഒരു പേടി നിന്നും മാറ്റുക. ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. മോണ്ടിസോറി എൻവയോൺമെന്റ് റിവാർഡ്സും പണിഷ്മെന്റും ഒന്നുമില്ല, പക്ഷെ നമ്മൾ അപ്രൈസ് ചെയ്യാം എന്ന് കരുതി ഒരു കുട്ടിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ വേറൊരു കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിലാവരുത്. ആ ഒരു രീതിയിലായിരിക്കണം ആ ഒരു അപ്രൈസൽ. കുട്ടികൾക്ക് വലിയ ഗിഫ്റ്റും മെഡലും അങ്ങനത്തെ സാധനങ്ങളോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. അവരുടെ കയ്യിലോ ബുക്കിലോ ഒരു സ്റ്റാർ വരച്ചു കൊടുക്കുക, റെഡിങ്ങിൽ ഒരു വെരി ഗുഡ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് വലിയ കാര്യമാണ്. ആ രീതിയിൽ ചെയ്യുക, അല്ലാണ്ട് റിവാർഡ്സും പണിഷ്മെന്റും ഇതിലില്ല. ആണ് ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ വരുന്നത്. മിസ് സെമിനാറിന്റെ കാര്യമാണോ പറയണത്? അയ്യോ അല്ല, ഞാൻ ക്ലാസ് എടുക്കുക യൂണിറ്റ് 7 പാർട്ട് 3. ഞാൻ ഇടയ്ക്ക് ഒന്ന് പോയിരുന്നേ, അപ്പൊ ഇത് സെമിനാറിലുള്ള ടോപ്പിക് ആയി പോലെ തോന്നി എനിക്ക്. ഇവിടെ സെമിനാറിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, PG ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ. അതുപോലെ മാർക്സും പോയിന്റ്സും സ്റ്റാർ എന്ന് ഇവിടെ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ എല്ലാ കുട്ടികൾക്കും സ്റ്റാർ വരച്ചു കൊടുക്കും അല്ലെ, എങ്ങനെ? അതൊക്കെ അവരുടെ ഒരു മോട്ടിവേഷൻ, അവരെ ഒന്ന് ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഫ്രീഡം ഫ്രം പ്രഷർ. അവരുടെ ഓൺ സ്പീഡില് അവര് കാര്യങ്ങൾ ചെയ്യുക, അതാണ് അവരുടെ ഡെവലപ്മെന്റിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അല്ലാതെ വേഗം ചെയ്യുന്നു പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുന്നില്ല. സാധാരണ ക്ലാസ് റൂമില് സ്റ്റോപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ 5 മിനിറ്റ്സും കൂടി ഉള്ളൂ, എല്ലാരും വേഗം ചെയ്യും, ആ രീതിയിലൊക്കെ ഉള്ളൊരു ലിമിറ്റേഷൻസ് വരാറുണ്ട്. അതേസമയം മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ അങ്ങനെയില്ല. അവരുടെ ഓൺ റേറ്റില്, ഓൺ സ്പീഡില് ഒരു കുട്ടി 10 മിനിറ്റ് കൊണ്ട് ആ ആക്ടിവിറ്റി തീർത്തു, വേറൊരു കുട്ടിക്ക് ഹാഫ് ആൻ അവർ എടുക്കുന്നു. ഹാഫ് ആൻ അവർ എടുത്ത് അവനത് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്ട്രക്ചർ ആൻഡ് ഓർഡർ. ഇത് സെൽഫ് ജനറേറ്റഡ് ആണ് സ്ട്രക്ചർ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു മൈക്രോകോസമാണ്, ഒരു മിനിയേച്ചർ വെർഷൻ ഓഫ് യൂണിവേഴ്സ്. പുറത്തെ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതിന്റെ ഒരു ചെറിയ വേർഷൻ ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. പുറത്ത് കാണുന്ന പലതും ഒട്ടുമിക്കതും ഈ ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കുട്ടി 6 വയസ്സ് കഴിഞ്ഞ ഒരു നോർമൽ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ അവനൊന്നും പുതിയതല്ല, അവനിതെല്ലാം ഓൾറെഡി കണ്ടിട്ടുണ്ട്. പിങ്ക് ടവർ, അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ വലിയ ടവറുകൾ കണ്ടാൽ അവനറിയാം അവൻ കണ്ട പിങ്ക് ടവറിന്റെ വലുതാണത് എന്ന് പറയുന്നത്. പല കളേഴ്സ് കാണുമ്പോൾ ആ കളറെല്ലാം അവനിവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. വെയിറ്റ് എടുക്കുന്നത് അവനറിയാം, അത് അവൻ ഓൾറെഡി ആ വെയിറ്റ് കണ്ടു. നീളം കൂടിയത്, നീളം കുറഞ്ഞത്. ഇത് ഇപ്പോ ഒരു യൂണിവേഴ്സിന്റെ ഒരു മൈക്രോകോസം എന്ന് വെച്ചാൽ മിനിയേച്ചർ വേർഷൻ, ചെറിയൊരു വേർഷനാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവനൊരിക്കലും അവന്റെ പുറം ലോകം അവന് വലിയ അപരിചിതത്വം തോന്നില്ല, കാരണം എല്ലാം അവൻ ഇവിടെ കേട്ട് കണ്ട് മനസ്സിലാക്കി പോയി. പിന്നെ സെൻസിറ്റീവ് പീരീഡ് ആണെന്ന് നമുക്കറിയാം, കാരണം അവരുടെ ചെറിയ പ്രായങ്ങളിൽ 3 വയസ്സ് വരെയും അവർ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു സെൻസസ് യൂസ് ചെയ്ത് അവർ വീണ്ടും ആ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. പിന്നെ ഓർഡർ, നമുക്ക് കുഞ്ഞുങ്ങളിലെ ആ ഓർഡർ നമുക്കറിയാലേ. അവർക്കിപ്പം നമ്മള് ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് നമ്മൾ അവർക്ക് ഡെമോ കാണിച്ചു കൊടുത്തു, അവർക്കറിയാം ഈ ഓർഡറിൽ അത് പോകണം, എന്നാലാണ് അതിന്റെ റിസൾട്ടിലേക്ക് വരുള്ളൂ. പിന്നെ വീട്ടില് അവർക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർ കാണുന്ന കാഴ്ചകളും കേട്ടതും എല്ലാം അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അവർക്കറിയാം ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ. കുട്ടിയുടെ പപ്പ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് സ്കൂട്ടറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി വന്നു പുറത്ത്. അപ്പൊ അവൻ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഓർഡർ അറിയാം. പിന്നെ ചേച്ചിയോ ചേട്ടനോ സ്കൂളിൽ നിന്ന് വരുന്ന ടൈം, ഉറങ്ങാതെ ചിലപ്പോൾ ഇരിക്കും ആ ഒരു സമയത്ത് അവർ വരുന്ന കാരണം കളിക്കാനായിട്ട്.
അപ്പൊ അങ്ങനെ ഓർഡർ ഓൾറെഡി ചെറുപ്പത്തിലേ തുടങ്ങിയ കുട്ടികൾക്ക് ഉണ്ടല്ലേ. ഇവിടെ വരുമ്പോ ഇവർക്ക് ഓരോ മെറ്റീരിയൽസ് നമ്മൾ ആദ്യമേ തന്നെ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടാവും. ഏതാണോ വേണ്ടത് അത് ഷെൽഫിൽ നിന്ന് എടുത്തോണ്ട് വന്ന് അതിന് മുമ്പ് മാറ്റ് കൊണ്ടുവന്ന് ഇത് വിരിച്ചിടണം. എന്നിട്ട് അത് മെറ്റീരിയൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അത് കഴിയുമ്പോൾ തിരിച്ച് അതേപോലെ നീറ്റായിട്ട് ഷെൽഫിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ അവിടെ ഒരു ഓർഡർ അവർക്ക് ഫോം ചെയ്തു, ഒരു സ്ട്രക്ചർ ഓർഡറും അവർക്ക് ഫോം ചെയ്തു. അതിന് ഇതാവണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് ഡെമോ ചെയ്ത് കൊടുക്കണം. നമ്മളാണ് അവരുടെ റോൾ മോഡൽ. നമ്മളെ മോഡലിംഗ് ചെയ്യുവാണ് അവരവിടെ ചെയ്യുന്നത്. നമ്മൾ വലിച്ചുവാരി സാധനങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് വലിച്ചുവാരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും അതുപോലെ തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു ഡയറക്ടർ ഫസ്റ്റ് ഡേ കുട്ടിയെ കൊണ്ട് പോകുമ്പോൾ മൂവ് സ്ലോലി, മൂവ് ജെന്റ്ലി, സ്പീക്ക് സോഫ്റ്റ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ കുട്ടിയും അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു ഓർഡർ കുട്ടിയിൽ വരും, ആ ഒരു സ്ട്രക്ചർ കുട്ടിയിൽ വരും. പിന്നെ റിയാലിറ്റി ആൻഡ് നേച്ചർ. ഡോക്ടർ മോണ്ടിസോറിക്ക് ഒരു ഡീപ് പ്രൊഫൗണ്ട് റെസ്പെക്ട്, വെനറേഷൻ ഫോർ നേച്ചർ. നേച്ചർ, പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴത്തിലുള്ള ഒരു റെസ്പെക്ട് ഡോക്ടർ മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നു. അവര് പറയുന്നത് നേച്ചർ എപ്പോഴും കുട്ടികളെ ഇൻസ്പയർ ചെയ്യും. അവരെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കുട്ടികളെ പുറത്തേക്ക്, അതായത് എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുക, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോഴാണ് കുട്ടികൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതെന്നാണ് പറയുന്നത് ഡോക്ടർ മോണ്ടിസോറി. അപ്പൊ മോണ്ടിസോറി എൻവിയോൺമെന്റിലുള്ള പല മെറ്റീരിയൽസും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ടുണ്ടാക്കിയ മെറ്റീരിയൽസ് ആയിരുന്നു. ഒന്നും ആർട്ടിഫിഷ്യലോ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ കാര്യങ്ങളല്ല. കുട്ടികള് ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരുന്നു. കൂടുതൽ മെറ്റീരിയൽസും ഈ ഉള്ളു ഫോളോ ആയിട്ടുള്ള വുഡില്ലേ, നമ്മുടെ മുള, ബാമ്പു, അതുപോലെ തന്നെ റീഡും അതുപോലത്തെ ഒരു വുഡാണ്. ഉള്ളു പൊള്ളയായിട്ട് വരുന്ന യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ളതായിരിക്കും. അതിന് നല്ല സ്ട്രെങ്ത് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഈ ബാമ്പു ഇവരിങ്ങനെ സിലിണ്ടർ ഷേപ്പിൽ എടുത്തിട്ട് മുകളിൽ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ ഉള്ളില് റൈസ് ഒക്കെ ഇട്ട് കുക്ക് ചെയ്യും. തീയില് നല്ലപോലെ, തീ ഇങ്ങനെ നല്ല ചൂടായാലും ഈ ബാമ്പുവിനൊന്നും പറ്റാതെ ഇരിക്കുന്ന കാണാം. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും സ്ട്രോങ് ആണ് ഈ ബാമ്പു. റീഡ് എന്ന് പറയുന്നത് ബാമ്പു പോലെ തന്നെയുള്ള ഒരു വുഡാണ് കേട്ടോ. പിന്നെ റിയൽ ആയിട്ടുള്ള വുഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെറ്റീരിയൽസ് ടച്ച് ചെയ്തപ്പോ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. മെറ്റൽ, അതുപോലെ തന്നെ കോട്ടൺ, ഗ്ലാസ്, അങ്ങനെയുള്ളതെല്ലാമാണ് ഉപയോഗിക്കുന്നത്. സിന്തറ്റിക്കോ പ്ലാസ്റ്റിക്കോ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ളതും റിയൽ ആയിട്ടുള്ളതുമാണ് യൂസ് ചെയ്യുന്നത്. എൻവിയോൺമെന്റ്, റിയാലിറ്റി, നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ കുട്ടി ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആകുന്നത് നേച്ചറും റിയാലിറ്റിയുമായിട്ടാണ്. ഒരിക്കലും ഫാന്റസി ഇല്ലാത്ത കാര്യങ്ങള്, അങ്ങനത്തെ ഇൻറ്റ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊന്നും ഫിസിക്കലുമായിട്ടും കണക്റ്റഡ് അല്ല, സൈക്കോളജിക്കലുമായിട്ടും കണക്റ്റഡ് അല്ല. കുട്ടിയെല്ലാം റിയൽ തിങ്സും നാച്ചുറൽ ആയിട്ടുള്ളതുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം മോണ്ടിസോറി മെറ്റീരിയൽസ് റിയാലിറ്റി എന്നുള്ള കൺസെപ്റ്റുമായിട്ട് ബേസ്ഡ് ആണ്. ജ്യൂസ് ഒക്കെ എടുക്കാനായിട്ട് റിയൽ ഗ്ലാസസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ കത്തി ഉപയോഗിക്കും. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചില കാര്യങ്ങളും കൂടി ഉണ്ട്. ഈ കത്തിയൊക്കെ ചിലപ്പോൾ ഒരു പീസേ ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് കത്തിയെടുത്ത് പച്ചക്കറി അരിയാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്യൂ നിൽക്കും. വളരെ പേഷ്യൻസോട് കൂടി അവരുടെ ടേൺ ആവുന്നവരെ അവർ ക്യൂ നിൽക്കും. ഡോക്ടർ മോണ്ടിസോറി എന്ന മനുഷ്യൻ പ്രകൃതിയിൽ നിന്നാണല്ലോ വന്നത്. പ്രകൃതിയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അപ്പൊ കുട്ടിയായിരിക്കുമ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും ഈ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടും. അവരുടെ ബോഡിയുടെയും സ്പിരിറ്റിന്റെയും മൈൻഡിന്റെയും ഡെവലപ്മെന്റിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ആദിമ മനുഷ്യർ അവരെങ്ങനെയാണല്ലോ, കാടുമായിട്ട് അവർ വളരെ കണക്റ്റഡ് ആയിരുന്നു. കാട്ടിൽ നിന്നാണ് അവർ ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് അവസാനം കൃഷി ചെയ്യാൻ തുടങ്ങി. ചിലർ മീൻ പിടിക്കാൻ തുടങ്ങി, ചിലർ കച്ചവടം തുടങ്ങി. അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇന്നത്തെ യുഗം വരെ എത്തിയിരിക്കുന്നത്. കുട്ടികളെ എപ്പോഴും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. പിന്നെ പ്ലാന്റ്സിനെയും അനിമൽസിനെയും ടേക്ക് കെയർ ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കണം. മോണ്ടിസോറി സ്കൂളുകളിൽ ഗാർഡൻ ഉണ്ട്, പെറ്റ്സ് ഉണ്ട്. ഈ ഗാർഡനിൽ കുട്ടികൾ ചെടി നടും. പിന്നെ ഈ വിത്തൊക്കെ
പിച്ച്, അതിന്റെ ആ ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ, അതിന്റെ ആ മുളച്ചു വരുന്നത്, അതൊക്കെ കുട്ടികളെ മനസ്സിലാക്കിക്കും. പിന്നെ നെക്സ്റ്റ് അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി കൂടെ കഴിഞ്ഞ് ഞാനങ്ങ് നിർത്തുവാണേ. മോണ്ടിസോറി മെറ്റീരിയൽസ് ഞാൻ നാളെ ക്ലാസ് എടുക്കാം. മോണ്ടിസോറി പറയുന്നത് എൻവയോൺമെന്റ് എപ്പോഴും സിമ്പിൾ ആയിരിക്കണം, അതിനകത്തുള്ള എല്ലാം നല്ല ഡിസൈനിലും ക്വാളിറ്റിയിലും ഉള്ളതായിരിക്കണം. കളറ് കുട്ടികൾക്ക് നല്ല ഇഷ്ടം തോന്നുന്ന രീതിയിൽ ചീർഫുൾ ആയിരിക്കണം. പിന്നെ അതിന്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വെൽക്കമിങ് എൻവയോൺമെന്റ്. ആ റൂം നല്ല റിലാക്സിങ് വാം ആയിരിക്കണം. കുട്ടികളെ അവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവിടെ ജോയിൻ ആവാൻ പറ്റുന്ന രീതിയിലായിരിക്കും. നമ്മളിപ്പോ സ്കൂളുകളിലൊക്കെ ഇപ്പൊ പെയിന്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. കാർട്ടൂൺ ക്യാരക്ടേഴ്സും വളരെ കളർഫുൾ ഒക്കെ ആയിട്ട് LKG UKG ഒക്കെ നല്ല രീതിയിൽ അവരെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. കാരണം കുട്ടികൾ വരുമ്പോഴേക്കും ഇഷ്ടപ്പെടണം ക്ലാസ് റൂം ആ ഒരു രീതിയിൽ. അവിടെ വീണ്ടും വരാനും പിറ്റേ ദിവസം വരാനും അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനും ഇഷ്ടം തോന്നണം. ഓക്കെ, അപ്പൊ മോണ്ടിസോറി മെറ്റീരിയൽസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പിന്നൊക്കെ വെടിയിച്ച് കറക്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കണം, മാറിപ്പോയി. ഓക്കെ, ഇപ്പൊ മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ് എടുത്തത്. ഇന്ന് നമ്മൾ എടുത്തത് എൻവയോൺമെന്റിന്റെ പ്രത്യേകതയും ഫ്രീഡവും റിയാലിറ്റിയും നേച്ചറും അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. കുറെ വേർഡ്സ് ഒക്കെ ഞാൻ മോണ്ടിസോറി ടേംസ് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സസ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. നമുക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എപ്പോഴും കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന ഒന്നാണ് നേച്ചർ. ഞാൻ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത്, അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി ഡാഷ് ഇൻസ്പയർസ് ചിൽഡ്രൻ. നേച്ചറാണ് കുട്ടികളെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് പുറത്തേക്ക് പോകാൻ ഭയങ്കര ടെൻഡൻസിയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കുറെ ടൈം, പേഴ്സണൽ ടൈം ഒക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ബൈ, നാളെ കാണാം. എന്തോ ഒരു കാര്യം ഞങ്ങൾ ശനിയാഴ്ച വന്നപ്പം പറയാൻ വിട്ടുപോയതാണ്. എല്ലാരും പോരാനുള്ള തിരക്കിന്റെ ഇടയ്ക്ക് മിസ്സിന്റെ അടുത്ത് പ്രത്യേക ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. കാരണം മിസ് എല്ലാവർക്കും ഒരു 5 പേർക്കെങ്കിലും ഉള്ള ഫുഡുമായിട്ടാണ് മിസ് വന്നത്. താങ്ക് യു മിസ്, താങ്ക് യു ഫോർ ടൈം ആൻഡ് എഫർട്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് മിസ് കൊണ്ടുവന്നല്ലോ ഫുഡൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് താങ്ക്സ് പറയാൻ പറ്റില്ല, കാരണം എല്ലാരും പോകാനുള്ള തിരക്കിലായതുകൊണ്ട്. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.